Hi guys, can you hear me now? Sorry, there was some technical issues. ഇപ്പോൾ ക്ലിയർ ആണോ എല്ലാവർക്കും? Can you hear me guys? ചാറ്റിലൊന്ന് റിപ്ലൈ ആവോ? ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. സോ ടുഡേ വിൽ ബി ഡിസ്കസിങ് മെയിൻലി ഓൺ ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തായിരിക്കും? ഗ്രൂപ്പ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഫ്രം ദ ഗ്രൂപ്പ്സ് ഏരിയ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഏരിയ നമുക്ക് 4 ഡിഫറെൻറ്റ് ഏരിയാസ് ആണ് എക്സാമിന് വരുന്നത്. വിച്ച് ഈസ് ബേസിക് ഗ്രൂപ്പ്സ്. ഓക്കെ, ബേസിക് ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ചേഞ്ചിങ് ഗ്രൂപ്പ് സ്ട്രക്ചർ. ദെൻ ഫോറിൻ സബ്സിഡറി ആൻഡ് ഫൈനൽ പാർട്ട് ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ മെയിൻലി ഇവിടെ പഠിക്കേണ്ടത്. SBRൽ ഗ്രൂപ്പ് റിലേറ്റഡ് ഏരിയാസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടെ ചോദിക്കാം. they will test in SBR in question number 1. അപ്പോൾ നമ്മുടെ question number 1ൽ ഓൾമോസ്റ്റ് ഒരു 30 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ മാർക്ക് സ്പ്ലിറ്റ് നോക്കുവാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ദ ഹോൾ 30 മാർക്സ് ഈസ് നോട്ട് ഫോർ ഗ്രൂപ്പ്സ് അല്ലേ. മൊത്തം എന്തല്ല, ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള മാർക്സ് അല്ല കേട്ടോ. 30 മാർക്സും ഗ്രൂപ്പ്സ് അല്ല. ഇതിൽ ഏകദേശം ഒരു 15 to 20 മാർക്സ് ആയിരിക്കും എന്തിൽ നിന്ന് വരുന്നത്? ഗ്രൂപ്പ്സ് റിലേറ്റഡ് ഏരിയയിൽ നമ്മൾ ചോദിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഗ്രൂപ്പ്സ് റിലേറ്റഡ് ഏരിയ അവർ ചോദിക്കുന്ന ഒരു ഏകദേശം ഒരു 15 to 20 മാർക്സിൻ്റെ സെനാരിയോ ആയിരിക്കും. ബാക്കി ഒരു 10 to 15 മാർക്സ് വിൽ ബി ഫ്രം അതർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെനാരിയോനെ അവർ എന്ത് ചെയ്യും? ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ്സ് നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ക്യാൻ ടെസ്റ്റ് സം ഓഫ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആസ് വെൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെനാരിയോസിലൊക്കെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്രൂപ്പിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റോ ഷെയർ ബേസ് പേയ്മെൻറ്റ് പോലത്തെ സ്റ്റാൻഡേർഡൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഫീൽ ലൈക്ക് ദിസ് 30 മാർക്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗ്രൂപ്പ്സ്. സോ ഐ മീൻ ടു സേ ദാറ്റ് ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. 30 മാർക്സ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ട് അത്രയും വെയിറ്റേജ് അവിടെ കൊടുത്ത് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫണ്ടമെൻ്റലി എല്ലാ ഏരിയാസും അറിഞ്ഞിരിക്കുക. കാരണം 10 to 15 മാർക്സ് ആണ് അവിടുന്ന് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ BSCSൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകാം നമുക്ക് മെയിൻലി. സോ വി ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ പാസ്റ്റ് പേപ്പേഴ്സ്. അപ്പോൾ അത് നമ്മൾ നോക്കുവാണെങ്കിൽ, അത് നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ കിറ്റിൽ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം? ഈ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം. ഞാൻ 10 ക്വസ്റ്റ്യൻ്റെ ഗ്രൂപ്പ് റിലേറ്റഡ് സെനാരിയോസ് ഡിസ്കസ് ചെയ്ത് പോകാം. അതിൽ കുറേയൊക്കെ സിമുലേഷൻ വി ഹാവ് ഫ്രം ദ പാസ്റ്റ് പേപ്പർ വിച്ച് സ്റ്റെർലിംഗ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സ്റ്റെർലിംഗ് ആണ് സെപ്റ്റംബർ ഡിസംബർ അല്ലെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ അവിടെ കൺസോളിഡേറ്റഡ് P&Lൻ്റെ ഇമ്പാക്റ്റ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ ആൻഡ് ഷോ ഹൗ ഗുഡ്വിൽ ഇൻ ബി കമ്പനി വുഡ് ബി കാൽക്കുലേറ്റഡ് അറ്റ് 1st December 2008. ഓക്കെ, അപ്പോൾ ഏകദേശം നോക്കിയാൽ 14 മാർക്സ് ആണ് ഇവിടെ എന്തോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാക്കുന്നത്. സോ ഫ്രം എക്സിബിറ്റ് നമ്പർ 1 ഇറ്റ്സെൽഫ് വിൽ ഗെറ്റ് 14 മാർക്സ്. അപ്പോൾ 14 മാർക്സിൽ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്? ഒന്ന്, കൺസോളിഡേറ്റഡ് P&L വരുന്ന ഇമ്പാക്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ വിൽ അക്കൗണ്ട് ഫോർ ഇറ്റ്. ദെൻ എക്സ്പ്ലെയിൻ ആൻഡ് ഷോ ഹൗ ദ ഗുഡ്വിൽ ഇൻ ദിസ് ബി കമ്പനി വുഡ് ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ 2 സെനാരിയോസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഒന്ന് പറയുക ഫ്രം ദാറ്റ് അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ്, ഗ്രൂപ്പിൻ്റെ എന്തോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അക്വസിഷൻ എന്തെങ്കിലും ആയിരിക്കും. അവിടെ മേ ബി ബിഫോർ അക്വസിഷൻ ഓർ ആഫ്റ്റർ അക്വസിഷൻ എങ്ങനെയാണ് P&L അത് ഇമ്പാക്ട് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ദെൻ ഗുഡ്വിൽ കാൽക്കുലേഷൻ ഈസ് അഗെയിൻ ഫ്രം ദ ബേസിക് ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഏകദേശം ബേസിക് ഗ്രൂപ്പിൻ്റെ നോളജ് ആണ്. സോ ബേസിക് ഗ്രൂപ്പ്
സംതിങ് വിച്ച് ഈസ് ഓൾറെഡി നമ്മൾ FRൽ പഠിക്കുന്ന ഏരിയാസ് ഒക്കെ തന്നെ ആണെങ്കിലും അഗെയിൻ ഇത്ര ഒരു കോംപ്ലക്സ് ലെവലിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത് SBRലോട്ട് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. So when we look at the question, first scenario, Sterling is currently preparing its FS, individual and consolidated, for the year ended 31st March 2009. അപ്പോൾ 31st March 2009 ആണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഇവിടെ 3 എക്സിബിറ്റ് ആണുള്ളത്. ഒന്ന് അക്വിസിഷൻ ഓഫ് ബി കമ്പനി വിച്ച് ഈസ് 40% നമ്മൾ ഇനിഷ്യലി പർച്ചേസ് ചെയ്യുന്നു ആൻഡ് ഫർദർ 35% ഓൺ 1st December 2008 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വി നോ ദാറ്റ് ഇതെന്താ ഒരു ബേസിക് ഗ്രൂപ്പ്സിൻ്റെ നോളജ് വേണം അവിടെ, കാരണം ഇനിഷ്യലി ആ 40% എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ ഫർദർ ദേ ആർ അക്വയറിങ് 35%. അപ്പോൾ അതൊരു നോ കൺട്രോൾ ആണ്, ബിക്കോസ് വി ക്യാൻ ഈസിലി സേ ദാറ്റ് ഇറ്റ് ഈസ് നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ. കാരണം എന്താ 40% ആണ് അവർ ഇനിഷ്യലി ഹോൾഡ് ചെയ്തത്. സോ ദേ വോണ്ട് ബി കൺട്രോൾ. ആ സമയത്ത് നമുക്ക് കൺട്രോൾ കാണത്തില്ല. ആൻഡ് ദേ ആർ അക്വയറിങ് ഫർദർ 35% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ സ്റ്റെപ്പ് അക്വിസിഷൻ ആണ് നമ്മുടെ മൈൻഡിലോട്ട് വരേണ്ടത്. സോ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, വെനെവർ ദർ ഇസ് എ കൺട്രോൾ സെനാരിയോ, ഫസ്റ്റ് ടൈം നമ്മൾ കൺട്രോൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വി നീഡ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് നമുക്കെന്തെന്ന് പറയാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ അസോസിയേറ്റ്. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ് ഗൈസ്? ഓക്കെ. അപ്പോൾ ഇനിഷ്യലി ഉള്ള 40% ഹോൾഡിംഗ് അസോസിയേറ്റ് ആണ്. അപ്പോൾ അസോസിയേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കൊന്ന് ഓർത്തിരിക്കാം. അസോസിയേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? IAS 28 ഇക്വിറ്റി അക്കൗണ്ടിങ് ആണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ അസോസിയേറ്റിൻ്റെ P&Lലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ P&Lലോട്ട് നമ്മൾ എന്തായിരിക്കും അസോസിയേറ്റിൻ്റെ എമൗണ്ട് പോകുന്നത്? ഇൻ SOPL അസോസിയേറ്റ് റിലേറ്റഡ് ആയിട്ട് എന്താ എമൗണ്ട് പോകുന്നത്? ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് ആയിരിക്കും പോകുന്നത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് എന്ന് പറയുന്ന ആ വാല്യൂ ആണ്. അസോസിയേറ്റിൻ്റെ ഈ വർഷം എത്ര പ്രോഫിറ്റ് ആണോ അസോസിയേറ്റ് ക്രിയേറ്റ് ചെയ്തത്, ആ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ആയിരിക്കും P&Lലോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, ലെറ്റ്സ് സേ ഇപ്പോൾ ഈ സെനാരിയോയിൽ ഇപ്പോൾ അസോസിയേറ്റ് 40% ആണ് നമ്മുടെ ഹോൾഡിംഗ്. അതേ ഇൻറ്റു അസോസിയേറ്റിൻ്റെ ഈ ഇയറിൻ്റെ കറണ്ട് ഇയറിൻ്റെ പ്രോഫിറ്റ് നോക്കുക. ഓക്കെ, സോ ദാറ്റ് വിൽ ഗോ ടു SOPL. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നോളജ് പാർട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ചോദിച്ചത് ഫർദർ ഈ വർഷം തന്നെ അവർ 35% വീണ്ടും അക്വയർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അഡീഷണലി ഇൻ ബി കമ്പനി. അപ്പോൾ ബി കമ്പനിയിൽ അവർ വീണ്ടും ഒരു ഫർദർ 35% ഹോൾഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ അതെന്ത് സിറ്റുവേഷൻ? അപ്പോൾ അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതിൽ നിന്ന് നമുക്ക് കൺട്രോൾ കിട്ടുന്നു. അപ്പോൾ നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ആണ്. ഇപ്പോൾ നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ആണെങ്കിൽ വി നോ ദാറ്റ് അവിടെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ. അവിടെ നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അഗെയിൻ നിങ്ങൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ബേസിക് ഗുഡ്വിൽ? ബേസിക്കലി നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് പർച്ചേസ് കൺസിഡറേഷൻ, നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്താണെന്ന് നോക്കുക, പ്ലസ് ഫെയർ വാല്യൂ ഓഫ് NCA at acquisition ലെസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ്സ് അറ്റ് acquisition. ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് അല്ലേ? പക്ഷേ നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ 35% ആണ് ഇപ്പോൾ അക്വയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ പോരാ. ബിക്കോസ് വി നോ ദാറ്റ് നമുക്ക് കൺട്രോൾ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഓൾറെഡി വി ആർ ഹോൾഡിങ് 40%. ആ 40% എക്സിസ്റ്റിംഗ് ഫെയർ വാല്യൂ എന്തായിരുന്നോ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ആ 40% നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്തിട്ടുള്ള അസോസിയേറ്റിൻ്റെ ഇന്നത്തെ ആ ഷെയറിൻ്റെ ഫെയർ വാല്യൂ എന്താണോ അത് നമ്മൾ എടുക്കണം. ദെൻ ഒബ്വിയസ്ലി 25%, ബാക്കി 25% ആർ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോളജ് പാർട്ടും അല്ലെങ്കിൽ ആ കാൽക്കുലേഷന് വേണ്ട ഫോർമാറ്റ് ഡിസ്കസ് ചെയ്ത് പോവാണ്. ഓക്കെ, സോ ഇതൊക്കെ ക്ലിയർ ആണല്ലോ? അപ്പം സോ വെനെവർ ദർ ഇസ് എ നോ കൺട്രോൾ ടു കൺട്രോൾ സിറ്റുവേഷൻ നമ്മളവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഗുഡ്വിൽ. ഇപ്പോൾ ബേസിക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഫോർമാറ്റ് ആണ്. ആകെ വ്യത്യാസം വരുന്നത് എന്താണ്? ഓൾറെഡി വി വെയർ ഹോൾഡിങ് സം ഷെയർസ്. അപ്പോൾ ആ ഷെയർസിൻ്റെ എന്തുകൊണ്ട് എടുക്കണം? ഫെയർ വാല്യൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ ആണോ മക്കളെ? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യോ?
Can you reply in the chat, guys? Can you reply in the chat quickly? അപ്പോൾ ഈ നോളജ് പാർട്ട് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Okay, so now we'll come back to the question. അപ്പോൾ ഇവിടെ ആദ്യ സെനാരിയോ ഒന്ന് വായിച്ച് നോക്ക്. സോ സ്റ്റെർലിംഗ് പെയ്ഡ് 25 million for 40% അക്വസിഷൻ ഓഫ് ദ കമ്പനി ബി ഇനിഷ്യലി. കേസ് ആ 10 million നമ്മൾ എത്രയാണ് വാങ്ങുന്നത് നോക്ക്. $10 million 40% ആണ് നമ്മൾ വാങ്ങുന്നത്. At that time, the retainings were how much? The retainings were how much? 18 million. And B company has no other reserves. Where reserves ഒന്നും തന്നെ അവർക്കില്ല. ഓക്കെ, അപ്പോൾ അവരുടെ ആകെയുള്ള ഓപ്ഷൻ എന്തായിരിക്കും? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ആണ് അവർക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ വേറെ നെറ്റ് അസറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആകെ ഉള്ളത് ഷെയർസും പിന്നെ ഈ റീറ്റെയിനിങ്സും ആയിരുന്നു അക്വസിഷൻ ടൈമിൽ. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വി ക്യാൻ ട്രീറ്റ് ആസ് അസോസിയേറ്റ്. ഫൈൻ. ദെൻ ഈ വർഷം അവർ ഫർദർ ഒരു 35% അക്വയർ ചെയ്യുവാണ്, വിച്ച് ഈസ് ഓൺ 31% ഓഫ് ദ കമ്പനി ഓൺ 1 December 2008. 1 December 2008 അവർ ഫർദർ അക്വയർ ചെയ്യുന്നത് ഫോർ 41 million. അപ്പോൾ the year end is 31st March 2009. അപ്പോൾ 31st March 2009 എന്ന് പറയുമ്പോൾ 31st March 2009 നമ്മുടെ P&L നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ബട്ട് വി നോ ദാറ്റ് ഔട്ട്സിൽ 1st December അല്ലേ? ഇഫ് യു ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ, 1st December നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്പ് എക്വേഷൻ നടത്തുന്നത്. അപ്പോൾ 1st December to 31st March എത്ര മാസമാണ്? 4 months. അപ്പോൾ 4 months ആണ് ഇതെന്തായിട്ട് വരത്തുള്ളൂ? ആ ബി കമ്പനി നമ്മുടെ സബ്സിഡറി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പുള്ള 8 months ഔട്ട് ഓഫ് ദ 12 months, ആ ഇനിഷ്യൽ 8 months നമ്മൾ ഈ കമ്പനീനെ ബി കമ്പനീനെ നമ്മൾ അക്വയർ ചെയ്യേണ്ടത് എന്തായിട്ടായിരിക്കും? ഈ ബിസ്മൂത്ത് കമ്പനി നമ്മൾ അക്വയർ ചെയ്യേണ്ടത് എന്തായിട്ടായിരിക്കും? അസോസിയേറ്റ് ആയിട്ടാണ്. സോ വി ഹാവ് ടു ഷോ ഇറ്റ് ആസ് അസോസിയേറ്റ്. അപ്പോൾ നമ്മളോട് ഇമ്പാക്റ്റ് ഓൺ P&L പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് 8 months ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ അസോസിയേറ്റിൻ്റെ എന്ത് കാണിക്കും? ഷെയർ ഓഫ് പ്രോഫിറ്റ് എവിടെ കാണിക്കും? കൺസോളിഡേറ്റഡ് SOPയിൽ കാണിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4 months എമൗണ്ട് നമ്മൾ സബ്സിഡറി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വേണം കൊടുക്കാൻ. അവിടെ നമ്മൾ എന്തല്ല P&Lലോട്ട് പോകുന്ന എന്തായിരിക്കത്തില്ല? ഇറ്റ് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പറയുന്നുണ്ട് the company have made a profit for the year of 11.1 million എന്ന് പറയുന്നുണ്ട്. ഈ വർഷം കമ്പനി ടോട്ടൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്രയാണ്? ബി കമ്പനി ബെത്ത്ഹോൾ കമ്പനി ടോട്ടൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് 11.1 million ആണ്. സോ ഔട്ട് ഓഫ് 11.1 million എത്ര എമൗണ്ട് ആയിരിക്കും അപ്പോൾ പ്രോഫിറ്റിലോട്ട് പോകുന്നത്? ഔട്ട് ഓഫ് 11.1 million എത്ര എമൗണ്ട് ആയിരിക്കും പ്രോഫിറ്റിലോട്ട് പോകുന്നത്? ഇൻ ദ ഫോം ഓഫ് അസോസിയേറ്റ്. അസോസിയേറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ ആയിട്ട് എത്ര പോകുമായിരിക്കും? പറയാം. അസോസിയേറ്റിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് 11.1 million ആണ് അവരുടെ ടോട്ടൽ ബിസ്മൂത്ത് കമ്പനിയുടെ പ്രോഫിറ്റ്. 11.1 million. അതിൻ്റെ എത്ര എടുക്കണം? 40%. ആ 40% എഗെയിൻ ഫുൾ ഇയറിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, 8 months നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 2.96 million എങ്ങോട്ട് പോകും? 2.96 million
will go to consolidated SOPL. അപ്പോൾ കൺസോളിഡേറ്റഡ് SOPL ഇമ്പാക്റ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇമ്പാക്റ്റ് എത്ര ആയിരിക്കും പോകുന്നത് മക്കളെ? ഇറ്റ് വിൽ ബി 2.96 million. ക്ലിയർ ആണോ? Can you reply in the chat? നിങ്ങൾ ചാറ്റിൽ റിപ്ലൈ ചെയ്യുന്ന ഒരു ഡിലേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. Is it clear everyone? നിങ്ങൾക്ക് വോയിസ് നോ ബാക്കിയുള്ള അപ്പോൾ ഔട്ട് ഓഫ് 11.1 million പിന്നെ ബാക്കിയുള്ള 4 monthsലെ പ്രോഫിറ്റ്, ആ 4 monthsലെ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 3.7 million. അതിൻ്റെ ആ 3.7 millionൻ്റെ നമുക്കറിയാം, ആ 3.7ൽ ഇപ്പോൾ 75% ഹോൾഡ് ചെയ്യുന്നത് നമ്മളാണ്. സോ വിച്ച് ഈസ് 2.77 million. അതെങ്ങോട്ട് പോകും? ഗ്രൂപ്പിൻ്റെ റീറ്റെയിൻ ഏർണിങ്സിലോട്ട് പോകും. ഓക്കെ, ആൻഡ് 3.7 millionൻ്റെ ബാക്കി 25% ഹോൾഡ് ചെയ്യുന്ന ആരാണ്? NC ആണ് അല്ലേ? ബാക്കി 25% ഹോൾഡ് ചെയ്യുന്നത് NC ആണ്. അപ്പോൾ അത് NCയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിലോട്ട് പോകും. ഇറ്റ്സ് ക്ലിയർ എവരിവൺ? ക്ലിയർ ആണോ ഇത്? Can you reply in the chat? പെർഫെക്റ്റ്. അപ്പോൾ ഫസ്റ്റ് 12 monthsൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരുന്നു? വി ഹാവ് ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ ലൈക്ക് ഹൗ ഇറ്റ് വിൽ ബി അക്കൗണ്ടഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് P&L എന്നുള്ളതാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് P&L ബി കമ്പനീനെ ഫസ്റ്റ് 8 months നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുക? അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ അസോസിയേറ്റിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ഇക്വിറ്റി അക്കൗണ്ടിങ്. IAS 28 പ്രകാരമാണ് അതിനെ അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. Then in the next 4 months, okay, in the next 4 months we will be accounting it as a subsidiary. അപ്പോൾ സബ്സിഡിയിലേക്ക് പോകുമ്പോൾ എന്താണ്? ആ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഒരു 4/12 എടുക്കുക, ബിക്കോസ് 4 months മാത്രമേ ഉള്ളൂ സബ്സിഡറി. അപ്പോൾ സബ്സിഡറി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ പ്രോഫിറ്റിൽ 2 പേർക്കായിരിക്കും റൈറ്റ് ഉള്ളത്. 75% പ്രോഫിറ്റ് ആർക്ക് പോകും? ഗ്രൂപ്പിലോട്ടും പോകും, ഗ്രൂപ്പ്സ് പ്രോഫിറ്റിലോട്ടും പോകും. ബാക്കി 25% പ്രോഫിറ്റ് ആർക്ക് പോകും? NCയ്ക്കും പോകും. Is it clear everyone? Can you reply in the chat? Okay അല്ലേ ഇത്? ഫൈൻ. ഇനി നമുക്ക് കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ആയതുകൊണ്ട് വി നോ ദാറ്റ് നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ആയതുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? വി നീഡ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക്. അപ്പോൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന എന്തുകൊണ്ട് ഷെയർസ് ആണ് അവർ അഡീഷണലി അക്വയർ ചെയ്യുന്നത്. സോ അഡീഷണലി അക്വയർ ചെയ്ത 35% ഷെയർസിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഫെയർ വാല്യൂ കണ്ടുപിടിക്കുക. അഡീഷണലി അക്വയർ ചെയ്ത ആ ഫെയർ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 35% ഷെയർസ് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത് നോക്കിയേ. വി ആർ അക്വയറിങ് ഇറ്റ് ഫോർ 41 million. 41 million ആണ് നമ്മൾ വാങ്ങുന്നത്. സോ അതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 41 million. ദെൻ ഫെയർ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് ഓൾറെഡി ഒരു 40% നമ്മുടെ കയ്യിലുണ്ട്. ആ 40% ഷെയർസിൻ്റെ ഇപ്പോഴത്തെ ഫെയർ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇറ്റ്? ആ 40% ഷെയർസിൻ്റെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് പറയാമോ? പറഞ്ഞേ. ദേ സെഡ് ദാറ്റ് ബി കമ്പനീസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് 1 ഷെയർ എത്രയാണ്? 9. How much it is? 9.2. 9.2 ആണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. അപ്പോൾ അങ്ങനത്തെ 10 million ഷെയർസിൽ 40% ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, 10 million. സോ ഹൗ മച്ച് വിൽ ബി ദ വാല്യൂ? അതിൻ്റെ വാല്യൂ എത്ര വരും? 37.2 വരും.
അപ്പോൾ 40% ഷെയർസിൻ്റെ ഇപ്പോഴത്തെ ഫെയർ വാല്യൂ, എക്സിസ്റ്റിംഗ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇറ്റ് വിൽ ബി 37.2. അതങ്ങനെ കണ്ടുപിടിച്ചേ. 9.2 ആണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. ഒരു 40% ഷെയർസ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വാസ് 10 million. അല്ലേ? ഡു യു റിമെമ്പർ ദാറ്റ്? ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, ബി കമ്പനി എത്രയായിരുന്നു? 10 million. അപ്പോൾ 10 millionൻ്റെ 40% ഷെയർസ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്തത് ഇനിഷ്യലി. അതിൻ്റെ ഫെയർ വാല്യൂ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫെയർ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? They said that the market value at that point where we have gained the control is 9.2. അപ്പോൾ 9.2 into 10 million ആണ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. അതിൻ്റെ 40% നമ്മൾ ഹോൾഡ് ചെയ്യുന്ന 2 million കിട്ടി. സോ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? Is it clear everyone? Yes. Now next one we need to know the fair value of NCA. അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ NCA എന്ന് പറയുന്നത് NCA ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെ 9.2 ഓഫ് സബ്സിഡീസ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഈസ് 10 million. അതിൻ്റെ 25% ആണ് NCA ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫെയർ വാല്യൂ എത്ര ആയിരിക്കും? അതിൻ്റെ ഫെയർ വാല്യൂ എത്ര ആയിരിക്കും മക്കളെ? ആ സെയിം കൺസെപ്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് വിൽ ബി 23.25 million. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. 23.25. എത്രയാണ് വാല്യൂ വരുന്നത്? 101.45 വരും. Is it clear everyone? 45. Is that clear everyone? ഇത് ക്ലിയർ ആണോ? ചാറ്റിൽ റിപ്ലൈ ചെയ്യോ? ഫൈൻ. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കാം? ലെസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ്സ് അറ്റ് അക്വസിഷൻ എത്ര നോക്കണം. ഇപ്പോൾ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ് അറ്റ് അക്വസിഷൻ, സ്റ്റെപ്പ് അക്വസിഷൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരാം നോക്കിയേ. ഒന്ന്, ദ ഫെയർ വാല്യൂ ഓഫ് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസെറ്റ്സ് വെയർ 55.3 million ആൻഡ് റീറ്റേണിങ്സ് വാസ് 42.3 എന്ന് പറയുന്നുണ്ട്. സോ അത് രണ്ടുമാണല്ലോ അവരുടെ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് 55.3 പ്ലസ് റീറ്റേണിങ്സ് ഓഫ് 42.3, റൈറ്റ്? The assets is carrying well depreciation of non-depreciable land. Okay, the goodwill has not been impaired, so that part is given. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യൂ എത്ര വരും? How much it is? 41 million plus 55.3. It is 96.3. അപ്പോൾ goodwill എത്ര നോക്ക്? How much is the goodwill? 101.45 minus 96.3 ആണ് നമ്മുടെ ഗുഡ്വിൽ വരുന്നത്. സോ ഗുഡ്വിൽ ഈസ് 5.15 വരും. അപ്പോൾ നോൺ കൺട്രോൾ ടു കൺട്രോൾ ഗുഡ്വിൽ വിൽ ബി 5.15. ഇതെല്ലാവർക്കും കിട്ടിയോ? ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് പാർട്ട്? അപ്പോൾ രണ്ട് സിറ്റുവേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പി ആൻഡ് എല്ലുള്ള ഇമ്പാക്റ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഈ പറയുന്ന നോ കൺട്രോൾ ടു കൺട്രോൾ സിറ്റുവേഷനിൽ ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കി. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരിവൺ? ഇതൊക്കെയാണോടാ? നോട്ട് ചെയ്തേ. ഓക്കെ, ചെറിയൊരു വൈഫൈയുടെ കണക്ഷൻ ഇഷ്യൂസ് ആണ്. ഇപ്പോൾ ക്ലിയർ ആണോ? ക്ലിയർ എവരിവൺ? Can you reply in the chat? അപ്പോൾ രണ്ട് സിറ്റുവേഷൻ ആയിരുന്നു ഗുഡ്വിൽ കാൽക്കുലേഷനും ചെയ്തു. അപ്പോൾ ഇവിടെ മെയിൻലി ഡിസ്കസ് ചെയ്ത രണ്ട് നോളജ് പാർട്ട് എന്താണ് പറഞ്ഞേ?
മെയിൻലി ഡിസ്കസ് ചെയ്ത രണ്ട് നോളജ് പാർട്ട് എന്താണ് മക്കളെ? Is regarding one with respect to goodwill calculation and next one was with respect to SOPL impact. രണ്ടും ക്ലിയർ ആണോ എല്ലാവർക്കും? Please reply in the chat. ഓഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും നെറ്റ്വർക്കിന് ലാഗ് വരുന്നുണ്ടോ? Can you just reply in the chat? എനിക്ക് ലൈവ് നോക്കുന്ന സമയത്ത് ചെറിയ ലാഗ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. സെറ്റാണോ? ഓഡിയോ ഒക്കെ ആണോ? ഒന്ന് ചാറ്റിലൊന്ന് പറയുമോ? ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് ഡൺ. P&Lലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ഇമ്പാക്റ്റോടെ വരും. ദാറ്റ് ഈസ് നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയായിരുന്നു? 40% നമ്മൾ റീവാല്യൂ ചെയ്തല്ലോ. നമ്മൾ അതിൻ്റെ ഫെയർ വാല്യൂലേക്ക് നമ്മൾ റീമെഷർ ചെയ്തു. സോ വി ഹാവ് റീമെഷേർഡ് ഇറ്റ് ടു ഫെയർ. എക്സിസ്റ്റിംഗ് ഷെയർസ് റീമെഷർ ചെയ്തപ്പോൾ 37.2 million വന്നായിരുന്നു അല്ലേ? ദ വാല്യൂ വാസ് 37.2 million. അപ്പോൾ ഈ റീമെഷർ ചെയ്യുമ്പോൾ വന്ന വാല്യൂ ആണ് 37.2 million. സോ വി നോ ദാറ്റ് ഇൻ ദ ബുക്സ് അസോസിയേറ്റിൻ്റെ ക്യാരിങ് വാല്യൂ അത്ര ദിവസം എത്രയാണെന്ന് നമുക്ക് നോക്കാം. അസോസിയേറ്റ് ക്യാരിങ് വാല്യൂ അറ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? ഇക്വിറ്റി അക്കൗണ്ടിങ് തന്നെയാണ്. സോ വാട്ട് വാസ് ദ ഫോർമാറ്റ് ഓഫ് അസോസിയേറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റിൻ്റെ ഫോർമാറ്റ് എന്താ? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പറഞ്ഞേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റിൻ്റെ വാല്യൂ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നോക്കുക, അതേ പ്ലസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ അസോസിയേറ്റ് അല്ലേ? ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ അസോസിയേറ്റ് നോക്കുക. ഫൈൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അസോസിയേറ്റ് എത്രയായിരുന്നു എന്ന് വെച്ചാൽ അസോസിയേറ്റിന് ഇനിഷ്യലി നമ്മൾ വാങ്ങിച്ചപ്പോഴുള്ള കോസ്റ്റ് എത്രയാണ്? ഇനിഷ്യലി നമ്മൾ വാങ്ങുന്ന എത്ര രൂപയ്ക്കാണ്? 25 million ആണ്. which is 25 million. Then ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് എന്ന് പറയുന്നതോ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് അക്വിസിഷൻ നമുക്ക് വന്ന വാല്യൂ ആണ്. പോസ്റ്റ് അക്വിസിഷൻ പീരീഡിൽ അസോസിയേറ്റിനെ അക്വയർ ചെയ്തപ്പോൾ ഏർണിങ്സ് 18 million ആണ് അവരുടെ പ്രോഫിറ്റ്. ദെൻ 18 million നിന്ന് സ്റ്റെപ്പ് അക്വിസിഷൻ എത്തിയപ്പോഴത്തേക്കും പ്രോഫിറ്റ് എത്രയായി? റിട്ടേണിങ്സ് ഹാവ് ഇൻക്രീസ് ടു 42. റിട്ടേണിങ്സ് അറ്റ് ദിസ് പോയിന്റ് ഈസ് 42.3 അറ്റ് December 2008. അപ്പോൾ അക്വസിഷന് ശേഷം അസോസിയേറ്റിൽ നിന്ന് വന്ന അസോസിയേറ്റ് കമ്പനിയിൽ വന്ന പ്രോഫിറ്റിന് ഇൻക്രീസ് ആണ്. 18 million എത്രയായി? 42.3 million ആയി. സോ ഇറ്റ് ഈസ് 42.3 million
minus 18. അത് എത്ര നോക്കുക. So how much it is? 24.3 ആണ്. അപ്പോൾ പോസ്റ്റ് അക്വഷനിൽ അവർ ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റ്. അതിൻ്റെ 40% ഷെയർസും കൂടെ അസോസിയേറ്റിൽ വരും. സോ ഇറ്റ് ഈസ് കമ്മിങ് ടു 9.72. അപ്പോൾ 9.72 കൂടെ നമ്മൾ എന്തിലോട്ട് ആഡ് ചെയ്യുക? നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റോടെ ആഡ് ചെയ്യാം. സോ ദ ക്യാരിങ് വാല്യൂ ഓഫ് അസോസിയേറ്റ് അറ്റ് സ്റ്റെപ്പ് അക്വഷൻ. അപ്പോൾ എത്ര വരും? ഇറ്റ് ഈസ് 25 പ്ലസ് 9.72 is 34.72. അപ്പോൾ 34.72 ആണ് അറ്റ് ദ സ്റ്റെപ്പ് അക്വഷൻ ഡേറ്റ് എന്ത് അസോസിയേറ്റിൻ്റെ ഫെയർ വാല്യൂ. ഓക്കെ, ഇൻ ദ ബുക്സ്. അപ്പോൾ റീമെഷർ ചെയ്ത സമയത്ത് അതിൻ്റെ എമൗണ്ട് എത്ര വന്നു? 37.2 എത്തി. അപ്പോൾ 37.2 നമ്മൾ റീമെഷർ ചെയ്യുവാണ്. സോ ദാറ്റ് റീമെഷർമെൻറ്റ് ഗെയിൻ ആ 40% ഷെയർസിൻ്റെ ബുക്സിലുള്ള വാല്യൂ 34.72 ആണ്. So remeasurement 2 minus ഓക്കെ അല്ലേ? ഫൈൻ. നമുക്ക് ഇതായിരുന്നു ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്കുള്ളത്. നെക്സ്റ്റ് ഇപ്പോൾ ബാക്കി രണ്ടും കംപ്ലീറ്റ്ലി വിത്ത് റിഗാർഡ്സ് ടു ഗ്രൂപ്പ് ഉണ്ട്. ബട്ട് അഗെയിൻ അത് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു പോകാം. കംപ്ലീറ്റ്ലി അത് ഗ്രൂപ്പ് സെനാരിയോ അല്ല, ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് റിഗാർഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാൾട്ടിംഗ് കമ്പനി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാൾട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു സെനാരിയോ ഒന്ന് വായിച്ച് നോക്കാം. ഓൺ 1st July 2006, Sterling Company paid a cash of 2.5 million and issued loan note with a nominal value of 1.1 million and a fair value of 1.3 million and to acquire 30% of equity interest of malting company. അപ്പോൾ they have acquired 30% stake for cash and a loan note which is worth 1.3 million fair value, and remaining 70% stake in malting company is owned between two unrelated companies. The all key decisions requires unanimous consent of all three investing parties, and each of the investing parties has the right to share of the net assets of malting company via contractual agreement. So malting company reported a loss of 0.8 million for the year ended 31st March 2009, and the dividend was neither paid or proposed. So all three investing parties provided separate guarantees to malting company bank because of the poor performance in the year. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഇറ്റ്? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കംപ്ലീറ്റ് കൺട്രോൾ നമുക്കില്ല. 3 പേരോടെ ചേർന്നിട്ടാണ് ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്നത് മാൾട്ടിംഗ് കമ്പനിയിൽ. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ? ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ തന്നെ 2 ഡിഫറെൻറ്റ് സെനാരിയോസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഏതാണ് മക്കളെ? ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ് വിൽ കം അണ്ടർ IFRS 11. IFRS 11 ആണ് ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് സിറ്റുവേഷൻ വരാം. ജോയിൻറ്റ് ഓപ്പറേഷൻസ് വരാം, അതേപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ വരാം. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇൻ ദ സെയിം മാനർ. സോ IFRS 11 ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ് ആണിത്. കാരണം നോ വൺ ഈസ് ഹാവിങ് ദാറ്റ് കംപ്ലീറ്റ് ഹോൾഡിംഗ് ഇൻ ദെയർ. അപ്പോൾ ഒരു മേജർ കൺട്രോൾ ആർക്കും ഇല്ല. അപ്പോൾ ജോയിൻറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ദേ വിൽ ബി ഹാവിങ് ദ റൈറ്റ്സ് ടു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആ അസറ്റ്സിലും ലയബിലിറ്റീസിലും അവർക്ക് എന്ത് വരും? റൈറ്റ്സ് വരും. ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിൽ ദേ വിൽ ബി ഹാവിങ് ദ റൈറ്റ്സ് ടു ദ നെറ്റ് അസറ്റ്സ് ഓഫ് ദ കമ്പനി. നെറ്റ് അസറ്റ്സിലായിരിക്കും അവർക്ക് എന്ത് വരുന്നത്? റൈറ്റ്സ് ഉണ്ടാവുക. ജോയിൻറ്റ് ഓപ്പറേഷനിൽ
ഫൈൻ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ റൈറ്റ്സ് ടു നെറ്റ് അസറ്റ്സ് ആണെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ആണ്, റൈറ്റ്സ് ടു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണെങ്കിൽ ഈച്ച് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലേക്കാണ് നിങ്ങൾ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റ് ഓപ്പറേഷൻ ആണ്. അത് നമുക്കൊരു ക്ലൂ ആണ്, അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ്സ് കിട്ടുന്ന എന്തിലോട്ടാണ്? ദി വിൽ ബി ഗെറ്റിംഗ് ദ റൈറ്റ്സ് ടു ദ ഷെയർസ് ഓഫ് നെറ്റ് അസറ്റ്സ് ഓഫ് മാൾട്ടിംഗ് കമ്പനി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ്സ് കിട്ടുന്ന ഇതിലേക്കാണ്? നെറ്റ് അസറ്റ്സിലേക്കാണ്. അപ്പോൾ നെറ്റ് അസറ്റ്സിലേക്കാണ് റൈറ്റ് എങ്കിൽ നമ്മളപ്പോൾ അതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്തായിട്ടായിരിക്കണം? ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ്? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? അപ്പോൾ നെറ്റ് അസറ്റ്സിലേക്കാണ് റൈറ്റ്സ് കിട്ടുന്നതെങ്കിൽ ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ്? Joint venture or joint operation? Obviously it will be a joint venture. അപ്പോൾ here in this scenario നമ്മൾ നോക്കുവാണെങ്കിൽ ആ മാൾട്ടിംഗ് കമ്പനിയിൽ നമുക്ക് എന്താണുള്ളത്? വി ആർ ഗെറ്റിംഗ് ദ റൈറ്റ്സ് ടു നെറ്റ് അസറ്റ്സ് ഓഫ് കമ്പനി. സോ വി വിൽ അക്കൗണ്ട് ഇറ്റ് ആസ്, നമ്മളതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്തായിട്ടായിരിക്കണം മക്കളെ? യെസ്, വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചറായിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിൽ വിൽ ഫോളോ IAS 28 വിച്ച് ഈസ് ഇക്വിറ്റി അക്കൗണ്ടിങ്. ഓക്കെ, അതുതന്നെ ഇൻഡിവിജ്വൽ FSൽ എങ്ങനെയാണെന്നുള്ളതും ഇൻഡിവിജ്വൽ FSൽ എന്താണെന്നുള്ളതും ഓക്കെ. കൺസോളിഡേറ്റഡ് FS ഒരു രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൗ വിൽ യു ട്രീറ്റ് ദാറ്റ് ജോയിൻറ്റ് വെഞ്ചർ ഇൻ ഇൻഡിവിജ്വൽ ആൻഡ് കൺസോളിഡേറ്റഡ് FS? സോ നമുക്കറിയാം ഇൻഡിവിജ്വൽ FSലാണെങ്കിൽ വി വിൽ ട്രീറ്റ് അറ്റ് ദ കോസ്റ്റ്. സോ ഹൗ മച്ച് ഇസ് ദ കോസ്റ്റ്? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 2.5 million ക്യാഷും പിന്നെ ലോൺ നോട്ടിൻ്റെ ഫെയർ വാല്യൂ 1.3. അപ്പോൾ ഹൗ മച്ച് ഇറ്റ് ഈസ്? 2.5 million ക്യാഷ് പ്ലസ് ലോൺ നോട്ടിൻ്റെ വാല്യൂ 1.3 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയായി? ഇറ്റ് ഈസ് 3.8 million. ഓക്കെ, അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എമൗണ്ട് കാണിക്കും. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക, നമ്മുടെ ഇൻഡിവിജ്വൽ FSൽ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഫൈൻ. ഇനി കൺസോളിഡേറ്റഡ് FSലോട്ട് വരുമ്പോൾ ഹൗ യു ആർ ഗോയിങ് ടു അക്കൗണ്ട് ഇറ്റ്? അപ്പോൾ കൺസോളിഡേറ്റഡ് FSൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ IAS 28 ആണ് ഫോളോ ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഫോളോയിങ് ഇക്വിറ്റി അക്കൗണ്ടിങ് ദെയർ. സോ ആ സെയിം ആസ് എ അസോസിയേറ്റ് നമ്മൾ ആദ്യം എന്ത് കാണിക്കും? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് എന്ത് വരും? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് വരും. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നമുക്ക് ആദ്യം നോക്കാം. ഹൗ മച്ച് ഇസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് വരുന്നത്? ഇറ്റ്സ് ഓൾറെഡി ഫൗണ്ട് വിച്ച് ഇസ് 3.8. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. ഹൗ മച്ച് ഇസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്? ഇവിടെ പ്രോഫിറ്റ് അല്ല, പകരം റിപ്പോർട്ടഡ് ഒരു ലോസ് ആണ് വന്നത് വിച്ച് ഇസ് 0.8 million. അപ്പോൾ 0.8 millionൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നത്? വി ആർ ഇൻവെസ്റ്റിംഗ് 30% ഓഫ് ദ കമ്പനി, ഇൻവെസ്റ്റിംഗ് ഇൻ 30% ഓഫ് ദ നെറ്റ് അസറ്റ്സ്. അപ്പോൾ 30% ലോസിൻ്റെ ഷെയർ നമുക്ക് വരും. സോ അൺഫോർച്യുനേറ്റ്ലി ഇറ്റ്സ് എ ലോസ്. ഇപ്പോൾ ലോസിൻ്റെ ആ എമൗണ്ട് ആയിരിക്കും വരുന്നത് വിച്ച് ഇസ് -0.24 ലോസ് നമുക്ക് വരും. സോ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന വാല്യൂ എത്ര ആയിരിക്കും? ഇവിടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ കുറയുകയാണ് ചെയ്തത് ബിക്കോസ് ഓഫ് ദ ലോസ് വിച്ച് ഹാസ് ബീൻ മെയ്ഡ്. സോ 3.8 minus 0.024. How much it is? 3.776 million. അപ്പോൾ ഈ വാല്യൂലായിരിക്കും നമ്മൾ അതിനെ കൺസോളിഡേറ്റഡ് FS കാണിക്കുന്നുണ്ടാവുക. സോ ദ ക്വസ്റ്റ്യൻ വാസ് ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് FS ആൻഡ് ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ FS എന്നുള്ളതായിരുന്നു ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ മാൾട്ടിംഗ് കമ്പനി. അപ്പോൾ ഇനിഷ്യലി ഇത് എന്തുകൊണ്ടാണ് ജോയിൻറ്റ് വെഞ്ചർ ആയെന്ന് നമ്മൾ പറഞ്ഞു? ബിക്കോസ് ഇറ്റ്സ് എ റൈറ്റ് വി ആർ ഗെറ്റിംഗ് ടു ദ നെറ്റ് അസറ്റ്സ് ഓഫ് ദ കമ്പനി. അങ്ങനെയാണെങ്കിൽ ആ ജോയിൻറ്റ് കൺട്രോൾ ഉണ്ട് അവിടെ. സോ വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് എ ജോയിൻറ്റ് വെഞ്ചർ. നൗ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ആ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ FSൽ നമ്മൾ അതിനെ കോസ്റ്റിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. കൺസോളിഡേറ്റഡ് FSലോട്ട് വരുമ്പോൾ വി ക്യാൻ ഷോ ഇറ്റ് അറ്റ് ദ ഇക്വിറ്റി അക്കൗണ്ടിങ് മെത്തേഡ്. IAS 28 നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ അസോസിയേറ്റിൻ്റെ അതേ ട്രീറ്റ്മെൻറ്റാണ് എന്തിനും വരുന്നത്?
ജോയിൻറ്റ് വെഞ്ചറിനും വരുന്നുണ്ടാവുക. സോ ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? Is it done? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യോ? ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മെജോറിറ്റി ഗ്രൂപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി നമ്മൾ കവർ ചെയ്തു. സോ ലാസ്റ്റ് വൺ വാസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. അത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൻ്റെ ഏരിയാസ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നൗ വിൽ മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഷൽ ഐ മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? സോ ഇതെല്ലായിടത്തും നമുക്ക് ഗ്രൂപ്പ്സിൻ്റെ സെനാരിയോ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഫൈൻ. സോ ഹിയർ ഇറ്റ്സ് എ സെയിൽ ഓഫ് ഷെയർസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ കമ്പനി. അപ്പോൾ സെയിൽ ഓഫ് ഷെയർസ് ആണ് ഇവിടെ നടക്കുന്നത്. സോ വി നീഡ് ടു ടെസ്റ്റ് ഹൗ ടു അക്കൗണ്ട് ഫോർ ദ സെയിൽ ഓഫ് ഷെയർസ്. ഓക്കെ, സോ ഇതിൻ്റെ റിക്വയർമെൻറ്റ് നമുക്കൊന്ന് ആദ്യം നോക്കാം. സോ എക്സ്പ്ലെയിൻ വിത്ത് കാൽക്കുലേഷൻ ഹൗ ദ ഡിസ്പോസൽ ഓഫ് ഷെയർസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് എഫേഴ്സ് ഓഫ് ലൂണ ഗ്രൂപ്പ്. 7 മാർക്സ്. അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ഹിയർ, ലൂണ അക്വയർഡ് 80% equity interest in straight line company on 1st April 2008 X2. അപ്പോൾ ബേസിക്കലി അപ്പോൾ എന്താണ്, അതൊരു സബ്സിഡറി ആണ്. 80% ഹോൾഡ് ചെയ്യുന്ന ഒരു സബ്സിഡറി വിച്ച് ഹാസ് ബീൻ അക്വയർഡ് പ്രീവിയസ്ലി. സോ സ്ട്രെയിറ്റ് ലൈൻ കമ്പനി ഇഷ്യൂസ് 1 million shares and has not issued any shares for many years. The goodwill on acquisition was currently calculated, which is 320,000, but has subsequently been impaired by 15%. അത് 15% impairment വന്നിട്ടുണ്ട് ഗുഡ്വില്ലിന്. So the Luna company values the NCA at fair value. The fair value of net assets of straight line company at acquisition exceeds their carrying value by 200,000, and that 200,000 fair value adjustment was because of a land. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. That was with respect to the acquisition part. On 1st January 2006, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 years കഴിഞ്ഞപ്പോൾ ലൂണ കമ്പനി സോൾഡ് 100,000 shares in straight line company for $7 per share. അപ്പോൾ അവിടെ ഷെയർസിന് ഡിസ്പോസൽ വന്നു. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഡിസ്പോസൽ സെനാരിയോ ആണ്. ബിക്കോസ് വി ക്യാൻ സീ ദാറ്റ് 80% ഹോൾഡ് ചെയ്യുന്നു ഔട്ട് ഓഫ് 1 million, വിച്ച് ഈസ് 800,000 ഷെയർസ് ആണ് അവർ ഹോൾഡ് ചെയ്തത്. അതിൽ നിന്ന് 100,000 അവർ കളഞ്ഞു. സോ ലിറ്ററലി 10% അവർ ഡിസ്പോസ് ചെയ്തു. സോ ഇത് അഗെയിൻ എന്താ സിറ്റുവേഷൻ എന്ന് പറയാമോ? സ്റ്റെപ്പ് അക്വസിഷന് പകരം ഇവിടെ എന്താണ് സെനാരിയോ? സ്റ്റെപ്പ് ഡിസ്പോസൽ ആണ്. സ്റ്റെപ്പ് ഡിസ്പോസൽ എന്താണ് സിറ്റുവേഷൻ വന്നത്? കൺട്രോൾ ഉണ്ടായിരുന്നു. ബിക്കോസ് 80% ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്തു. അതിൽ നിന്ന് അവർ ഡിസ്പോസ് ചെയ്ത് എത്രയാണ്? ഡിസ്പോസൽ നടന്ന എത്ര ഷെയർസിനാണ്? ഡിസ്പോസൽ നടന്നേക്കുന്നത് ഒരു 10% ഷെയർസിനാണ്. അപ്പോൾ ആഫ്റ്റർ ഡിസ്പോസൽ ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് വിത്ത് അസ്? ആഫ്റ്റർ ഡിസ്പോസൽ നമ്മളിൽ ഇപ്പോൾ എത്ര ഷെയർസ് ഉണ്ട്? വി ഹാവ് അറൗണ്ട് 70% ഷെയർസ്. സോ സ്റ്റിൽ വി ഹാവ് ദ കൺട്രോൾ. സോ വി ഹാവ് ദ കൺട്രോൾ ഹിയർ. അപ്പോൾ ദ സിറ്റുവേഷൻ ഈസ് കൺട്രോൾ സെനാരിയോ സ്റ്റെപ്പ് ഡിസ്പോസൽ ആണ്. കൺട്രോൾ ടു കൺട്രോൾ സ്റ്റെപ്പ് ഡിസ്പോസൽ വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടേ? വി നോ ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് ഓണർഷിപ്പിലൊരു വ്യത്യാസം മാത്രമേ വന്നുള്ളൂ. സോ ഡെബിറ്റ് ക്യാഷ് എത്രയാണ് നമുക്ക് ഇടുന്ന പ്രൊസീഡ്സ് നോക്കുക. ദെൻ NCA കൂടും. ബിക്കോസ് വി നോ ദാറ്റ് വി വെയർ ഹോൾഡിങ് 80%. അപ്പോൾ NCAക്ക് ആ സമയത്ത് എത്ര ഉണ്ട്? നമ്മൾ 80% ഹോൾഡ് ചെയ്ത NCAക്ക് എത്ര ഉണ്ട്? NCA വിൽ ബി ഹോൾഡിങ് 20%, അല്ലേ? Now we dispose 10%. അപ്പോൾ as a result of this disposal ആർക്കായിരിക്കും എമൗണ്ട് ഈ ഷെയർ ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ടാവുക? NCAക്കായിരിക്കും. അപ്പോൾ NCAൻ്റെ എന്ത് കൂടി അവിടെ? ഓണർഷിപ്പ് കൂടി. അപ്പോൾ NCA have increased by 10%. So we have to understand that the NCA has been increased by 10% here. Then ക്രെഡിറ്റ് ബാക്കി എന്തെങ്കിലും ഡിഫറൻസ് എമൗണ്ട് പോകുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം? ഇവിടെ P&Lലോട്ട് പോകത്തില്ല. കൺട്രോൾ ടു നോ കൺട്രോൾ സെനാരിയോ അല്ല ഇത്. കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ആണ്. സോ ദാറ്റ് ഡിഫറൻസ് വിൽ ഗോ ടു OC ഇറ്റ്സെൽഫ്. കാരണം ഓണർഷിപ്പിലാണ് ഒരു ചേഞ്ച് വന്നത്. അപ്പോൾ ഓണർഷിപ്പിൽ വരുന്ന ചേഞ്ച് എങ്ങോട്ട് കൊടുക്കുക? വി ഹാവ് ടു ചേഞ്ച് ദാറ്റ് ചേഞ്ച് വിൽ ഗോ ടു OC. അപ്പോൾ എപ്പോഴും ഓർക്കുക, കൺട്രോൾ ടു നോ കൺട്രോൾ സ്റ്റെപ്പ് അക്വസിഷൻ ആണെങ്കിലും കൺട്രോൾ ടു കൺട്രോൾ സ്റ്റെപ്പ് ഡിസ്പോസൽ ആണെങ്കിലും ആ ഡിഫറൻസ് എമൗണ്ട്സ് പോകുന്നത് അതർ കമ്പണീസ് ഓഫ് ഇക്വിറ്റിയിലാണ്. കാരണം ഓണർഷിപ്പ് മാത്രമേ ഇവിടെ ഇൻക്രീസ് ആവുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ മൂവ്മെൻറ്റ് ഹാപ്പൻ വിത്തിൻ ദ ഇക്വിറ്റി. സോ എന്തെങ്കിലും ബാലൻസിങ് ഫിഗർ ഉണ്ടെങ്കിൽ നമ്മളത് ഗെയിൻ റിയലൈസ് ചെയ്യത്തില്ല.
that gain will be recorded in other components of equity itself. Okay, അപ്പോൾ ഇതൊക്കെ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ വി നോ ഹൗ മച്ച് ഇസ് ദ ക്യാഷ് പ്രൊസീഡ്സ്. കാരണം ഓരോ ഷെയറിനും 7 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. 100,000 ഷെയർസ് ആണ് അവർ വിറ്റത്. സോ ലിറ്ററലി വി റിസീവ്ഡ് ഹൗ മച്ച്? 100,000 ഷെയർസ് അറ്റ് $7 എന്ന് പറയുമ്പോൾ 700,000 നമുക്ക് കിട്ടി. നൗ ഔട്ട് ഓഫ് NCAൻ്റെ ഇൻക്രീസ് എത്രയാണ് വന്നതെന്ന് അറിയണം. സോ NCAയുടെ ഇൻക്രീസ് കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ടു വർക്ക് ഇറ്റ് ഔട്ട് സെപ്പറേറ്റ്ലി. സോ NCA increased, NCA got 10% of നമുക്കറിയാം സബ്സിഡീൻ്റെ നെറ്റ് അസറ്റ്സിൻ്റെ 10% ആണ് NCAക്ക് കിട്ടിയത്. ഓക്കെ, സോ വി നീഡ് ടു നോ ഹൗ മച്ച് ഈസ് ദ സബ്സിഡീസ് നെറ്റ് അസറ്റ് വാല്യൂ അറ്റ് ദിസ് സ്റ്റെപ്പ് ഡിസ്പോസൽ. അപ്പോൾ ആ സ്റ്റെപ്പ് ഡിസ്പോസൽ ഡേറ്റിൽ സബ്സിഡീൻ്റെ ടോട്ടൽ വാല്യൂ എത്ര ഉണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ സബ്സിഡീൻ്റെ ടോട്ടൽ നെറ്റ് അസറ്റിൻ്റെ വാല്യൂ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഇറ്റ് വിൽ ഇൻക്ലൂഡ് നെറ്റ് അസറ്റ്സ് അറ്റ് ഡിസ്പോസൽ, ആൻഡ് സബ്സിഡി അക്വസിഷന് ശേഷം ആണ്. അപ്പോൾ സബ്സിഡി ടോട്ടൽ അസറ്റ്സിനകത്ത് നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ ദ ഗുഡ് വിൽ ആസ് വെൽ. സോ ഗുഡ് വിൽ അറ്റ് സ്റ്റെപ്പ് ഡിസ്പോസൽ എടുക്കുക. ആ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്നായിരിക്കും 10% ആർക്ക് പോകുന്നത്? NCAക്ക് പോകുന്നത്. സോ ഈ എമൗണ്ട്സ് ഡയറക്ട്ലി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവില്ല. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. സോ ഹൗ മച്ച് ഇസ് ദി നെറ്റ് അസറ്റ്സ് അറ്റ് സ്റ്റെപ്പ് ഡിസ്പോസൽ? എത്രയാണെന്ന് നോക്ക്. ദ റിസർവ്സ് വിത്തിൻ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് സ്റ്റേറ്റ് കമ്പനീസ് റീറ്റെയിൻ ഏർണിംഗ്സ്, ദ ബാലൻസ് ഓഫ് ദ റിസർവ്സ് ഈസ് 4,658,000 ആണ്. ഫസ്റ്റ് ഏപ്രിലുണ്ട്. ഫസ്റ്റ് ഏപ്രിൽ എത്രയാണ്? 4,658,000 ഉണ്ട്. സോ നെറ്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ റീറ്റെയിൻ ഏർണിങ്സ്. അപ്പോൾ ഇവിടെ റീറ്റെയിൻ ഏർണിങ്സ് അറ്റ് ഓപ്പണിംഗ് ആണ് തന്നേക്കുന്നത്. നമുക്ക് പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. നമ്മൾ സ്റ്റെപ്പ് ക്വസ്റ്റൻ നടക്കുന്നത് എന്താണ് മക്കളെ? സ്റ്റെപ്പ് ക്വസ്റ്റൻ ഹാപ്പനിങ് ഓൺ 1st January 2086. ഓക്കെ, കമ്പനിയുടെ ഇയർ എൻഡ് 31st March ആണ്. അപ്പോൾ 3 മാസം ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഡിസ്പോസൽ നടത്തിയത്. അപ്പോൾ ഓൾമോസ്റ്റ് ഫോർ 9 months പ്രോഫിറ്റും കൊണ്ട് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. നെറ്റ് അസറ്റ്സ് അറ്റ് 9 months പ്രോഫിറ്റ്. 9 months പ്രോഫിറ്റ് കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നെറ്റ് അസറ്റ് അറ്റ് സ്റ്റെപ്പ് ഡിസ്പോസൽ കിട്ടുന്നത്. സോ ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ വാസ് ഹൗ മച്ച്? 1 million. ഓക്കെ, അതിൻ്റെ നോമിനൽ വാല്യൂ എത്ര തന്നെയാണ്? 1 million തന്നെയാണ്. ദെൻ റീറ്റെയിനിങ്സ് ഓപ്പണിംഗ് എത്ര ഉണ്ട്? റീറ്റെയിനിങ്സ് ഓപ്പണിംഗ് 4,658,000. 4,658,000. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് 9 months ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര? ടോട്ടൽ പ്രോഫിറ്റ് 165,056 ആണ്. 165,056 കൂടെ 9 months പ്രോഫിറ്റ് എടുക്കുക. സോ ഇറ്റ് ഈസ് 123,792. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അസറ്റ്സ് എത്ര വരും നോക്കിയേ. നെറ്റ് അസറ്റ് അറ്റ് ഡിസ്പോസൽ വിൽ ഇൻക്ലൂഡ് 1 million പ്ലസ് ദിസ് എമൗണ്ട് 4,658,000 പ്ലസ് 123 so how much it is? ആ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് പറയാം. It will be 3,781,792. ഓക്കെ, അപ്പോൾ എത്രയാണ്? 378,1792 ആണ് നമ്മുടെ ടോട്ടൽ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഗുഡ് വിൽ അറ്റ് ഡിസ്പോസൽ എത്രയാണെന്ന് നോക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഗുഡ് വിൽ അറ്റ് ഡിസ്പോസലൂടെ കിട്ടണം. ഹൗ മച്ച് ഇസ് ദ ഗുഡ് വിൽ അറ്റ് ഡിസ്പോസൽ? Goodwill is how much?
320,000 ആയിരുന്നു അറ്റ് അക്വസിഷൻ. സബ്സിക്വൻ്റ് ഇറ്റ് ഹാസ് ബീൻ ഇംപെയർഡ് ബൈ 15% ഇൻ 20x4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുഡ് വിൽ അറ്റ് ഡിസ്പോസൽ എത്ര ആയിരിക്കും? 320,000 15% ഇമ്പയർ വന്നു കഴിഞ്ഞാൽ 85% ഉള്ളൂ ഇനി ബാക്കിയുള്ളത്. സോ ഇറ്റ് ഈസ് 272,000. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് സ്റ്റെപ്പ് ഡിസ്പോസൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? ടോട്ടൽ അസറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് സ്റ്റെപ്പ് ഡിസ്പോസൽ വിൽ ബി ദിസ് എമൗണ്ട് പ്ലസ് 272,000 കൂടെ ഗുഡ്വില്ലോടെ ചേർത്തുള്ള എമൗണ്ട് ആയിരിക്കും. സോ ഇറ്റ് ഈസ് 4 million. സോ അത്രയും വരും അല്ലേ? 4,053,792. ഓക്കെ. സോ എൻ സി ഈസ് ഗെറ്റിംഗ് 10% ഓഫ് നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി നമുക്കറിയാം. അപ്പോൾ 10% വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ 10% ടോട്ടൽ 100% എത്രയാണ് വാല്യൂ നമുക്ക് കിട്ടി? വിച്ച് ഈസ് 405. ആ ഒരു എമൗണ്ട് ആണ്. അതിൻ്റെ 10% എടുക്കുക. സോ ഇറ്റ് ഈസ് 405,379.2. സോ എൻ സി എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ വി നോ ദാറ്റ് 700,000 ആണ് അവർ കിട്ടിയ പ്രൊസീഡ്സ്. ബട്ട് അതിൻ്റെ വാല്യൂ എത്രയേ ഉള്ളൂ? എൻ സി ഇൻക്രീസ് ചെയ്ത് എത്രയേ ഉള്ളൂ? എൻ സി has increased by only by this amount. So ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? ഡിഫറൻസ് എമൗണ്ട് 294,620.8. അത് നമുക്ക് എന്തായിട്ട് വെക്കാം? ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ക്രെഡിറ്റ് ഇറ്റ് ടു OCE ആസ് എ ഏർണിങ്സ്, ഒരു ഗെയിൻ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡിസ്പോസൽ ഗെയിൻ ആണത്. പക്ഷേ നമ്മൾ P&L റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റെപ്പ് ഡിസ്പോസൽ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ. അപ്പോൾ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോയിൽ വരുന്ന സ്റ്റെപ്പ് ഡിസ്പോസൽ ആയതുകൊണ്ട് നമ്മൾ ആ ഗെയിൻ എന്ത് ചെയ്യും? ദാറ്റ് ഗെയിൻ വിൽ ബി റെക്കോർഡഡ് ഇൻ OCE itself. Is it clear everyone? ഇതൊക്കെയാണ് എല്ലാവർക്കും? Is it clear everyone? Can you reply in the chat? ചാറ്റിലൊന്ന് പറയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ 2 സിറ്റുവേഷൻ ഇപ്പം നോക്കിയത്. ഒന്നെന്തായിരുന്നു? കൺട്രോൾ ടു കൺട്രോൾ. അപ്പോൾ സ്റ്റെപ്പ് അക്വസിഷൻ നോക്കി, ഡിസ്പോസലിൻ്റെ സെനാരിയോ നോക്കി. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ മെയിൻലി ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യൻ 2021 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സോ ഹിയർ ദ കമ്പനി സെഡ് ദാറ്റ് 2 സെനാരിയോ ആണ് മെയിൻലി ഗ്രൂപ്പിൻ്റെ വരുന്നത്. ഒന്ന് ഇനിഷ്യൽ അക്വസിഷൻ, ദെൻ സബ്സിക്വൻറ്റ് അക്വസിഷൻ, ദെൻ ഫെയർ വാല്യൂ, ആൻഡ് വി ഹാവ് ടു പ്രിപ്പയർ എ ഡ്രാഫ്റ്റ് SOFP ആസ് വെൽ. ഓക്കെ. സോ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. സോ ആദ്യത്തെ സെനാരിയോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. So here they said that using exhibit number 1, discuss why green should be classified as an associate, not subsidiary. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ടാണ് ഇവരെ അസോസിയേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സബ്സിഡറി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 4 മാർക്സ്. അപ്പോൾ അത് നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഹൗ ഗ്രീൻ ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ആസ് എൻ അസോസിയേറ്റ് യൂസിങ് ഇക്വിറ്റി മെത്തേഡ് ഇൻ ദ കൺസൾട്ടേറ്റ് SOFP. അപ്പോൾ ഫസ്റ്റ് ഇത് എന്തുകൊണ്ട് അസോസിയേറ്റ് ആയി എങ്കിൽ, ഇനി അസോസിയേറ്റ് ആയെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള 2 ക്വസ്റ്റ്യനാണ് ഇവിടെ ഉള്ളത്. സോ വിൽ ഗോ ബാക്ക് ടു ദ സെനാരിയോ. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. എക്സിബിറ്റ് നമ്പർ 1. സോ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വായിച്ചേ. സോ ചെക്കൽ കമ്പനി ഹാസ് ഇക്വിറ്റി ഷെയർസ് ഇൻ സെവറൽ കമ്പനീസ് ഇൻക്ലൂഡിംഗ് ഗ്രീൻ.
The directors of Chuckle Company have prepared an incorrect spreadsheet of consolidated SOFP, exhibit number 4 അവർ തന്നിട്ടുണ്ടത്. And all goodwill other than relating to green has been impaired. So the financial year end is 31st March year. 31st March ആണ് അപ്പോൾ financial year end. They have given 4 exhibit. അതിൽ ഫസ്റ്റ് എക്സിബിറ്റ് വായിച്ചിട്ടാണ് നമുക്ക് ആ അസോസിയേറ്റിൻ്റെ സംഭവം ഒന്ന് വായിച്ച് നോക്കണ്ടേ. So 1st April 2004, Chuckle Company acquired 30% of equity shares of Green. The consideration of this 30% acquisition was 100 million shares on acquisition time. Acquisition ടൈമിൽ നമ്മൾ പാസ് ചെയ്ത എമൗണ്ട് എത്രയാണ്? കൺസിഡറേഷൻ കൊടുത്തത് 100 million ആണ്. ഫോർ അക്വയറിങ് ഹൗ മെനി ഷെയർസ്? ഈ പറയുന്ന ഒരു 30% അക്വയർ ചെയ്യാൻ നമ്മൾ കൊടുത്തേക്കുന്ന 100 million ആണ് ക്യാഷ്. The carrying amount of net assets on 1st April at the acquisition date was 286 million, which was same as the fair value. So there is no difference. Fair value and carrying value same ആണ്. Since then, Green has been started at cost in consolidated SOFP of Chuckle Company. The remaining 70% of Green at April 2004 was owned by few other investors, and none of which owned more than 10% of the equity of Green Company. അപ്പോൾ 30% നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി റിമൈനിങ് 70% ഹോൾഡ് ചെയ്യുന്നത് ബാക്കി കുറച്ച് ഫ്യൂ അതർ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരൊന്നും തന്നെ ഒരു 10% മോർ ഷെയർസ് ഹോൾഡിംഗ് ഒന്നും ഇൻകർ ചെയ്യുന്നില്ല. Analysis shows that all shareholders has voted independently in the past, and there has been no clear past voting pattern suggesting that Chuckle Company is unable to directly influence the economic decision of the other investors. So Chuckle and Green share some key management personnel as well. So if we share a key management personnel and we are holding 30% shares, അപ്പോൾ 30% എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കൊരു കംപ്ലീറ്റ് കൺട്രോൾ അവിടെ കിട്ടുന്നില്ല. ബാക്കി 70% അവിടെ അപ്പുറത്തുണ്ട് അല്ലേ. 70% ആൾക്കാരാണ് ബാക്കി അപ്പുറത്തുള്ളത്. വി ആർ ഓൺലി ഹോൾഡിംഗ് 30%. സോ ഇൻ ദാറ്റ് സെനാരിയോ നമുക്കൊരു കൺട്രോൾ സിറ്റുവേഷൻ അവിടെ വരുമോ? 30% മാത്രം ഹോൾഡ് ചെയ്താൽ ഇല്ല. ബിക്കോസ് വി ഓൺലി ഗെറ്റ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ദെയർ. പിന്നെ രണ്ടുപേരെയും കീ മാനേജ്മെൻറ്റ് പേഴ്സണലൊക്കെ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ദർ ഇസ് എ റിലേഷൻഷിപ്പ്. That relation that will help us to participate in forming the financial policy or operating policy. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാമെന്ന് പറയാം? We can account it as an associate. We'll account this as an associate. So the carrying amount of net assets of Green Company on 31st March is 348 million. The increase in the net assets of Green Company since acquisition was solely due to profit. So Green has paid no dividend since 1st April 2004. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എന്തുകൊണ്ടൊരു അസോസിയേറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് 2 റീസൺ പറയാൻ പറ്റുന്നത്, ഒന്ന് നമ്മൾ 30% ഷെയറേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി 70% അതർ ഇൻവെസ്റ്റേഴ്സിൻ്റെയിലാണ്. ആൻഡ് അനലിസിസ് സോ ദാറ്റ് ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഹാസ് വോട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ ദ പാസ്റ്റ്. അപ്പോൾ നമുക്കൊരിക്കലും അഷ്വറൻസ് പറയാൻ പറ്റുന്നില്ല നമുക്കവിടെ കംപ്ലീറ്റ് കൺട്രോൾ കിട്ടിയെന്നുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ദെയർബൈ ഐ വിൽ കൺക്ലൂഡ് ദാറ്റ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും മക്കളെ? ഇറ്റ് വിൽ ബി ആൻ അസോസിയേറ്റ്. അപ്പോൾ അസോസിയേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? അസോസിയേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് പോകണ്ടേ? അസോസിയേറ്റ് ആണെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് പോകണ്ടേ പറഞ്ഞേ? അസോസിയേറ്റ് ആണെങ്കിൽ how will you do the accounting treatment? We will be following equity accounting as per IAS 28. അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് തിയറി ക്വസ്റ്റൻ ആണ്. അവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അതെന്തുകൊണ്ട് എന്തായി നമുക്കൊരു അസോസിയേറ്റ് ആയി എന്നുള്ള കാര്യം മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടാൽ മതി. സോ ഹിയർ നൗ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ ഇക്വിറ്റി അക്കൗണ്ടിങ് ആസ് വെൽ. അപ്പോൾ ഇക്വിറ്റി അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അഗെയിൻ നമുക്കൊന്നുകൂടെ റിവേഴ്സ് ചെയ്യാം. ഇറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, പ്ലസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ കുറേ അടുത്ത് കണ്ടു. അപ്പോൾ അസോസിയേറ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്തതിനകത്തിലും 3 ക്വസ്റ്റ്യനകത്തിലും നമുക്ക് ഈ പറയുന്ന അസോസിയേറ്റിൻ്റെ IAS 28 നോളജ് അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നു. സോ ദാറ്റ് പാർട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഈ എക്സാം. ഓക്കെ ആണല്ലോ? So now cost of investment അപ്പോൾ പറഞ്ഞേ, cost of investment is 30%. cost of investment is 100 million. So 100 million ആണ് നമ്മുടെ കോസ്റ്റ്. Then ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കണേ? എല്ലാ ക്വസ്റ്റിനകത്ത് നമ്മളിപ്പോൾ ചെയ്ത പോലെ നമുക്കറിയാം അക്വസിഷൻ ടൈമിൽ അവരുടെ റീറ്റെയിൻ ഏർണിങ്സ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ 286 ആയിരുന്നു. അവിടുന്ന് നമ്മുടെ ഈ റിപ്പോർട്ടിംഗ് ഡേറ്റ് എത്തിയപ്പോഴത്തേക്കും
31st March 2006 ആയപ്പോഴത്തേക്കും 348 ആയി എന്ത് നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ. അപ്പോൾ 348 to 286, ഓക്കെ, 348 മൈനസ് 286, ആ ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളുടെ 62. അതാണ് നമ്മളുടെ പോസ്റ്റ് അക്വഷൻ പ്രോഫിറ്റ്. അതിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് എത്രയേ ഉള്ളൂ, 30% മാത്രമേ ഉള്ളൂ ഹോൾഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഷെയർ എത്ര ആയിരിക്കും? ആ 62% നമുക്ക് കിട്ടാൻ പോകുന്ന ഷെയർ എത്രടാ? ഹൗ മച്ച് ഈസ് അവർ ഷെയർ? പറയാമോ? നമ്മുടെ ഷെയർ എത്ര? 18.6. അപ്പോൾ 18.6 ആണ് നമ്മുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബുക്സിൽ കാണിക്കാൻ പോകുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്സിൽ കാണിക്കാൻ പോകുന്ന എമൗണ്ട് 100 + 18.6 million. സോ വിച്ച് ഈസ് 118.6. ഇതായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പോകുന്ന എമൗണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ഫസ്റ്റ് സെനാരിയോ നമ്മളോട് ചോദിച്ചത് ഇത് അസോസിയേറ്റ് ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അസോസിയേറ്റ് ആണെങ്കിൽ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഇറ്റ് യൂസിങ് ഇക്വിറ്റി മെത്തേഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് SOFP, അത് നമ്മൾ ചെയ്തു. ഈ രണ്ട് പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? Okay. Now briefly explain why classification of investment in green should change on 1st April to that of a subsidiary. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ക്വസ്റ്റൻ ആണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ക്വസ്റ്റനിൽ എന്താ നടന്നതെന്ന് നോക്കിയേ. ഈ അസോസിയേറ്റ് ഓട്ടോമാറ്റിക്കലി ഇഫ് യു ലുക്ക് അറ്റ് ദ സ്റ്റെപ്പ് ക്വസ്റ്റൻ പാർട്ട്, സബ്സിക്വൻ്റ്ലി ഗ്രീൻ കമ്പനിയുടെ സെനാരിയോയിൽ ചക്കിൾ ഹാസ് അക്വയർഡ് 18% ഫർദർ ഓൺ April 2006. അപ്പോൾ 30ൽ നിന്നൊരു 18% അവർ അക്വയർ ചെയ്തു. റിമൈനിങ് 52% മാത്രമേ ഉള്ളൂ ഇപ്പം ഇസ് ഓൺ ബൈ ഫ്യൂ അതർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് നൺ ഓഫ് വിച്ച് ഓഫർ 10%. അപ്പോൾ ഇവിടെ കമ്പയർ ടു 30 നമുക്ക് ഇത്രൂടെ കൺട്രോൾ കിട്ടാനുള്ള ചാൻസ് കൂടി, ബിക്കോസ് വി റീച്ച് ഓൾമോസ്റ്റ് ക്ലോസ് ടു 50 ആൻഡ് നൺ ഓഫ് ദ അതർ ഇൻവെസ്റ്റേഴ്സ് ഇസ് ഹോൾഡിംഗ് മോർ ദാൻ 10%. ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ ദ പാസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഓൾവേസ് വോട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ 52% അവിടെ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ആൻഡ് വി ഗെറ്റ് എ 48%. അപ്പോൾ നമ്മളുമായിട്ട് കുറച്ച് പേര് ഫേവർ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി വിൽ ഗെറ്റ് ദ കൺട്രോൾ. അപ്പോൾ പ്രാക്ടിക്കൽ സെനയിൽ നോക്കുമ്പോൾ നമുക്കിവിടെ കൺട്രോൾ കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ ബൈ അക്വയറിങ് ദാറ്റ് 18% നമ്മൾ എന്തിലോട്ട് വരുവാണ്? അസോസിയേറ്റിൽ നിന്ന് മാറി നൗ ചക്കിൾ കമ്പനിയുടെ സെനാരിയോയിൽ ഒരു അസോസിയേറ്റ് എന്നുള്ളത് മാറിയിട്ട് ഓക്കെ 30 + 18%, 30% + 18%. അപ്പോൾ എത്ര വരുന്നത് ടോട്ടൽ? 48. സോ വിച്ച് ആക്ച്വലി ഗീവ്സ് അസ് എ കൺട്രോൾ. നമുക്കൊരു കൺട്രോളാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ ആണ്. നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിനകത്തിലും കണ്ടതാണ് നോ കൺട്രോൾ ടു കൺട്രോൾ സെനാരിയോ വരുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ. എങ്ങനെയാണ് മക്കളെ ഗുഡ്വിൽ കണ്ടുപിടിക്കണേ? ദാറ്റ് ഈസ് സ്റ്റെപ്പ് അക്വസിഷൻ കോസ്റ്റ് ഓഫ് എത്ര നമ്മൾ സ്റ്റെപ്പ് അക്വസിഷൻ ചെയ്ത 18% ആണ്. സോ അതിൻ്റെ കോസ്റ്റ് നോക്കുക. ഫെയർ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയെന്ന് നോക്കുക. ഓക്കെ, ദെൻ ഫെയർ വാല്യൂ ഓഫ് NCI ലെസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് എടുക്കുക. അല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ ഗുഡ്വിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 18% ഹോൾഡ് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത എത്ര നോക്ക്. They acquired 18%, which is more than it is capable, and the exercise option was just a green profitable was a number of years. Chuckle paid. The Chuckle has acquired some share options in green exercisable at any time. അപ്പോൾ ഷെയർ ഓപ്ഷനും ഉണ്ട്, അതിനൊരു ചാൻസ് ആണ് ഫ്യൂച്ചർ ഷെയർ കൺട്രോൾ കിട്ടുമെന്നുള്ളത്. The exercise price of the option was just above the market price of green company. The green has been profitable for many years. Price has been upward. So Chuckle would increase its ownership up to 60% and they should exercise its right. And it's believed that the additional cost should be additional shares acquired as decision at the board level could be done more efficiently. അപ്പോൾ ആ സ്റ്റെപ്പ് അക്വസിഷൻ കോസ്റ്റ് എത്രയാണോ വന്നത് നോക്ക്. 18% അക്വയർ ചെയ്യാൻ
യെസ്, 18% ഷെയർസ് അക്വയർ ചെയ്യാൻ നമുക്കായ കോസ്റ്റ് 66 million ആണ്. ഫെയർ വാല്യൂ ഓഫ് ഒറിജിനൽ ഷെയർ ഹോൾഡിംഗ് ഈസ് നൗ 127 million. അപ്പോൾ ഈ വാല്യൂ ഒക്കെ അവർ തന്നിട്ടുണ്ട്, 66ഉം 127ഉം. Okay, then how much will be the fair value of NCA? NCA ന്റെ fair value എത്ര നോക്ക്. How much is the NCA fair value? Circle company measures NCA as per proportionate of net assets. അപ്പോൾ നെറ്റ് അസറ്റ്സിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് NCA അവർ എടുക്കുന്നത്. അപ്പോൾ NCA വാല്യൂ അവർ എന്താ എടുത്തേക്കുന്നത്? പ്രൊപ്പോർഷനേറ്റ് മെത്തേഡാണ്. So proportionate value കണ്ടുപിടിക്കണമെങ്കിൽ we have to calculate the value of net assets. അപ്പോൾ ആദ്യം നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ നോക്കിയേ. How much is the value of net assets? നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ എത്ര ഉണ്ട്? നോൺ കറണ്ട് അസറ്റ്സ് 355, 215, 416, 205, 348 ഉണ്ട്. ഇൻക്ലൂഡഡ് വിത്ത് some land, and this land has a value of 50 but its fair value is 60 at this date, and the current assets finished goods with cost of 84 million, the fair value is 131 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സിലോട്ട് നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? 84 million വാല്യൂ ഉള്ളൊരു അസറ്റിൻ്റെ ശരിക്കുള്ള ഫെയർ വാല്യൂ 131 ആണ്. സോ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദാറ്റ് മൂവ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്സ്. ഇനി നോൺ കറണ്ട് അസറ്റ്സിലോട്ട് വരുമ്പോൾ ലാൻഡ് ഉണ്ട്. ലാൻഡിൻ്റെ ഫെയർ ബുക്ക് വാല്യൂ ഈ കാണിച്ചിരുന്ന ബുക്ക് വാല്യൂ 50 million ആണ്, ആ ഇൻക്ലൂഡ് ആണ് അതിനകത്തിൽ. പക്ഷെ അതിൻ്റെ ആക്ച്വൽ വാല്യൂ 60 ആണ്. സോ 10 million നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ദേ ഐഡൻറ്റിഫൈഡ് എ ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ് ആൻഡ് ദർ ഇസ് എ ഓഫർ ഫ്രം എക്സ്റ്റേണൽ പാർട്ടി ടു പർച്ചേസ് ടു ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ്സ്. അപ്പോൾ ഡേറ്റാബേസിന് അവർ എത്ര തരാമെന്ന് പറഞ്ഞാൽ 5 million തരാമെന്ന് പറഞ്ഞു ഡേറ്റാബേസിന്. അപ്പോൾ അതും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം, നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെറ്റ് അസറ്റ്സിൽ എന്തൊക്കെ വരും? 355, 214 എല്ലാം കൂടെ നെറ്റ് ചെയ്ത് 348 ആണ് കിട്ടിയത്. അപ്പോൾ 348ലാണ് നമ്മൾ ഈ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കൊടുക്കേണ്ടത്. സോ നെറ്റ് അസറ്റ്സ് ആസ് പെർ ബുക്ക് വിച്ച് ഈസ് 348. ഇനി നമ്മൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ആദ്യം നമുക്ക് ലാൻഡിൻ്റെ ചെയ്യാം. എത്രയാണ് ലാൻഡിൻ്റെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയേ. ബുക്ക് വാല്യൂ 50, ഫെയർ വാല്യൂ 60. അപ്പോൾ എത്രയാണ്? 10. ദെൻ ഇനി കറണ്ട് അസറ്റ്സിൻ്റെ 214 ആണ് ബുക്സിലുള്ള വാല്യൂ. പക്ഷെ അതിനകത്തിൽ അവർ പറഞ്ഞു ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻക്ലൂഡ് ആണ്, 84 ആണ് കോസ്റ്റ്, ഫെയർ വാല്യൂ 131. സോ ഹൗ മച്ച് ഇസ് ദ ഡിഫറൻസ്? Fair value of finished goods (131 minus 84) 47. അപ്പോൾ 47 ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ദെൻ ഒരു ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈബിൾ ആണെങ്കിൽ ആസ് പെർ IFRS 3 അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ആ ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ്സിന് ഇപ്പോൾ ഫെയർ വാല്യൂ ഇവിടെ 5 million കാണിക്കുന്നുണ്ട് ഡേറ്റാബേസിൻ്റെ വാല്യൂ. അപ്പോൾ 5 million ഞാൻ ആഡ് ചെയ്യും. സോ ഡേറ്റാബേസ് just not recorded in our books which is 5. അപ്പോൾ 348 + 10 + 47 + 5 വരും. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കിയേ. The current tax is 20% and this rate should be applied for fair value adjustment deemed necessary. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ചെയ്തത് ബുക്സിലാണ്. പക്ഷേ ടാക്സ് ബുക്സിൽ ഇതിൻ്റെ ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റ് വരില്ല. So there is a difference between carrying value of these assets in our consolidated books and the tax books. That carrying value is normally higher. Tax booksനേക്കാളും ഹയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യേണ്ടി വരും വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം വന്ന അസറ്റിലുള്ള ഇൻക്രീസ് എവിടെ വരില്ല? ടാക്സ് ബുക്സിൽ വരത്തില്ല. അപ്പോൾ ടോട്ടൽ എത്രയാണ് അതിൻ്റെ? 10 + 47 + 5. അപ്പോൾ ഏകദേശം എത്രയാണ്? 62. അപ്പോൾ 62 million ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൽ
നമുക്കൊരു ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ആവും ബിക്കോസ് ക്യാരിങ് വാല്യൂ എക്സീഡ്സ് ടാക്സ് ബേസ്. അപ്പോൾ എന്താ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി അല്ലേ? സോ ഇറ്റ് ഈസ് 62 into 20%. So how much is the value? 12.4. അപ്പോൾ ഡിഫേർഡ് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഹിയർ. സോ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് 12.4. അപ്പോൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ് അസറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളത് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നെറ്റ് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ് ഇവിടെ, അത്ര എളുപ്പമല്ല. സോ ആ വാല്യൂ ഒന്ന് നോക്കിയേ, 348 പ്ലസ് 62 ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് മൈനസ് 12.4 ഡിഫേർഡ് ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ വിറ്റ് ഈസ് 397.6. അപ്പോൾ 397.6 ആണ് നമ്മുടെ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ എൻ സിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എൻ സി ഈസ് 52% ഓഫ് ദിസ് 397.6. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സോ യൂസിങ് ദിസ് ഫിഗേഴ്സ് വി ക്യാൻ കാൽക്കുലേറ്റ് ഗുഡ്വിൽ. അപ്പോൾ ഗുഡ്വിൽ എത്ര വരും? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഗുഡ്വിൽ? പറഞ്ഞേ, 66 വിച്ച് ഈസ് നമ്മൾ സ്റ്റെപ്പ് എക്വേഷന് കൊടുത്ത കോസ്റ്റ്. ദെൻ ഫെയർ വാല്യൂ എക്സിസ്റ്റിംഗ് വിച്ച് ഈസ് 127 plus proportionate value of NCA which is 206 minus the net assets of our company, subsidiary net assets in value. So therefore the goodwill is 2.152 ആണ് goodwill വരുന്നത്. Here is the goodwill at acquisition. Is it clear? അപ്പോൾ സ്റ്റെപ്പ് അക്വിസിഷൻ ആണ് ഇവിടെ, ദറ്റ് ഈസ് നോ കൺട്രോൾ ടു കൺട്രോൾ ആയിരുന്നു. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ. അപ്പോൾ സ്റ്റെപ്പ് അക്വിസിഷൻ കോസ്റ്റ് കിട്ടി, ഫെയർ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് തന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോർഷനേറ്റ് മെത്തേഡാണ് നമ്മൾ എൻ സി ഐക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രപ്പോർഷനേറ്റ് വാല്യൂ എടുത്തു. ദെൻ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. അതിവിടെ ഒരു അഡീഷണൽ റിക്വയർമെൻ്റ് ആയിരുന്നു നിങ്ങളുടെ. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ്സ് എ ക്ലിയർ എവരിവൺ? സോ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ ചെയ്തു. 4 + 3 + 3 2 + 6 ആ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മളിവിടെ ചെയ്തു പോയിട്ടുണ്ട് ബൈ കവറിങ് ദിസ്. ഓക്കെ ആണോടാ? ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ്സിൽ കൂടുതലും വരുന്ന സെനാരിയോസ് ഈ പറയുന്ന സ്റ്റെപ്പ് അക്വേഷൻ, സ്റ്റെപ്പ് ഡിസ്പോസൽ ബേസ്ഡ് ആണ്. നമ്മളൊരു പാസ്റ്റ് പേപ്പേഴ്സ് അസംഷൻ നോക്കുവാണെങ്കിൽ സോ അതിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു അസോസിയേറ്റിൽ നിന്ന് ഒരു കൺട്രോളിലോട്ടൊക്കെ പോകുമ്പോൾ ആദ്യം അസോസിയേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ വി ഹാവ് ടു റീമെഷർ ദാറ്റ് അസോസിയേറ്റ്, ദെൻ വിൽ കാൽക്കുലേറ്റ് ദ ഗുഡ്വിൽ. അപ്പോൾ ആ പാർട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ ഗ്രൂപ്പ്സിലോട്ട് വന്നപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തത് ബിക്കോസ് വി ഹാവ് ടു പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഈ പാർട്ട് ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്സ് ഗൈസ്? ഓക്കെ, നമുക്കിനി ഫോറിൻ കറൻസിയുടെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ബേസിക്സും സ്റ്റെപ്പ് എക്വേഷൻസ്, സ്റ്റെപ്പ് ഡിസ്പോസലും ചെയ്തു പോയി. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോറിൻ കറൻസി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അവിടെ റിക്വയർമെൻറ്റ് നോക്കിയേ, റിക്വയർമെൻറ്റ് നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ഹൗ ദ ഫങ്ഷണൽ കറൻസി ഓഫ് ക്ലോസ് കമ്പനി ഷുഡ് ബി ഡിറ്റർമൈൻ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹൗ ഡു അക്കൗണ്ട് ഫോർ ദ കസ്റ്റമർ കോൺട്രാക്ട് ആൻഡ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഗുഡ്വിൽ ഓൺ അക്വസിഷൻ ആൻഡ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. Okay, so shall we do the question? ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഫോറിൻ സബ്സിഡിയിലോട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓർത്തിരിക്കേണ്ട കുറേ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്താണ് ഫങ്ഷണൽ കറൻസി എന്നുള്ളതാണ്. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് എ ഫങ്ഷണൽ കറൻസി. അതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ നോളജ് പാർട്ട് എപ്പോഴും ഓർത്തിരിക്കുക. സോ ഫങ്ഷണൽ കറൻസി എന്താണ്? ഫങ്ഷണൽ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറൻസി ഓഫ് അവർ പ്രൈമറി എക്കോണമിക് എൻവയോൺമെൻറ്റ്. ഓക്കെ, നമ്മുടെ പ്രൈമറി എക്കോണമിക് എൻവയോൺമെൻറ്റിൻ്റെ കറൻസിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ?
ഓക്കെ, കറൻസി ഓഫ് എ പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഹെഡ് ഓഫീസ് ഇരിക്കുന്നതല്ല നമ്മുടെ ഹെഡ് ഓഫീസ് ഏത് കൺട്രിയിലാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനിക്ക് പ്രൈമറിലി ഏറ്റവും കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ആവുന്നത് എവിടെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഏത് എക്കണോമിയാണ് നമ്മുടെ സെയിൽസ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് പ്രൈസസ് ആർ ഗെറ്റിംഗ് അഫക്റ്റഡ് ഫ്രം വിച്ച് എക്കോണമീസ് ഇൻഫ്ലുവൻസസ്. ഏത് എക്കോണമിയുടെ ഇൻഫ്ലുവൻസ്, ഏത് കൺട്രിയുടെ എക്കണോമിക് ഫാക്ടേഴ്സാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെയോ സെയിൽസ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ ഫങ്ഷണൽ കറൻസി പാറ്റേൺ, ഈ ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കുറച്ച് ലെവൽസ് ഉണ്ട്. ഇത് സജസ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് IAS 21 ആണ്. സോ IAS 21 ഈസ് അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എഫേഴ്സ് ആസ് വെൽ ആസ് ഇൻ ദ കൺസൾട്ടേഷൻ. പക്ഷേ കൺസൾട്ടേഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു സബ്സിഡറി കമ്പനി കൺസൾട്ടേറ്റ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആ സബ്സിഡി എപ്പോഴും ഫോറിൻ സബ്സിഡറി ആയിരിക്കും. സോ ദ ടാസ്ക് വിൽ ബി ടു ഫൈൻഡ് ദ ഫങ്ഷണൽ കറൻസി ഓഫ് ദാറ്റ് ഫോറിൻ സബ്സിഡറി. ആ സബ്സിഡറീൻ്റെ ഫങ്ഷണൽ കറൻസി നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ലേഷനൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സിഡീൻ്റെ കേസിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ പർപ്പസിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻ വി യൂസ് ദ ഫങ്ഷണൽ കറൻസി ഓഫ് സബ്സിഡി ആസ് ഓർ പേരൻറ്റിൻ്റെ ഫങ്ഷണൽ കറൻസി ഓഫ് പേരൻറ്റ് ആസ് സബ്സിഡീസ് ഫങ്ഷണൽ കറൻസി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ദറ്റ് ഈസ് കൺസൾട്ടേഷൻ പർപ്പസ് ആയിട്ട് നമ്മൾ ആദ്യം നോക്കും, പേരൻറ്റിൻ്റെ ഫങ്ഷണൽ കറൻസി തന്നെ നമുക്ക് സബ്സിഡീൻ്റെ ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും. ക്യാൻ വി യൂസ് പേരൻറ്റ്സ് ഫങ്ഷണൽ കറൻസീസ് ആർ സബ്സിഡീസ് ഫങ്ഷണൽ കറൻസി? യെസ്, നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ പേരൻറ്റ് എക്സസൈസ്, പേരൻറ്റ് ഇപ്പോൾ എക്സസൈസ് ചെയ്യുകയാണ് എന്ത്, മോർ ബെറ്റർ ഓട്ടോണമി ഓവർ സബ്സിഡറി. ഇപ്പോൾ പേരൻ്റ് ഒരു കൈൻഡ് ഓഫ് പവർ സബ്സിഡീൻ്റെ മുകളിൽ കാണിക്കുന്നു. അത് കൺട്രോൾ എന്നുള്ളതിനപ്പുറം ലെറ്റ്സ് സേ പേരൻ്റ് ആണ് സബ്സിഡീൻ്റെ മേജർ കസ്റ്റമർ, അല്ലെങ്കിൽ പേരൻ്റ് ആണ് സബ്സിഡീൻ്റെ മേജർ സപ്ലയർ, അല്ലെങ്കിൽ പേരൻ്റ് ആണ് സബ്സിഡീനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ സബ്സിഡീൻ്റെ ബേസിക് ഓപ്പറേഷന് പേരൻറ്റിനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻ ദാറ്റ് സെനാരിയോ വി ക്യാൻ അസ്യൂം ദാറ്റ് പേരൻറ്റിൻ്റെ ഫങ്ഷണൽ കറൻസി തന്നെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, സബ്സിഡീൻ്റെ ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല, സബ്സിഡീൻ്റെ ഒരു വലിയ കൈൻഡ് ഓഫ് ഓട്ടോമേഷൻ ഒന്നും പേരൻറ്റ് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, ആ പേരൻ്റ് അതിന് വലിയ ബെനിഫിറ്റ് ഒന്നും സബ്സിഡിക്ക് കിട്ടുന്നില്ല. ദേ ഹാവ് ദ കൺട്രോൾ. അപ്പാർട്ട് ഫ്രം ദാറ്റ് സബ്സിഡി ഹാവ് ദ കേപ്പബിലിറ്റി ടു വർക്ക് ദെയർ ഓൺ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി പെർഫോം ചെയ്യാനുള്ളൊരു കഴിവ് സബ്സിഡിക്ക് ഉണ്ടെങ്കിൽ, ഇൻ ദാറ്റ് സെനാരിയോ നമ്മൾ ഈ റൂൾ അപ്ലൈ ആക്കത്തില്ല. അങ്ങനെ ഒരു സെനാരിയോ നമ്മൾ ഈ റൂൾ അപ്ലൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫങ്ഷണൽ കറൻസി പേരൻറ്റിൻ്റെ തന്നെ സബ്സിഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് കൺസൾട്ടേഷൻ പർപ്പസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. യെസ്, ഇഫ് ദ പേരൻറ്റ് എക്സസൈസ് മോർ ഓട്ടോണമി ഓവർ ഹയർ ഓട്ടോണമി ഓവർ സബ്സിഡി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അല്ല, ഇഫ് നോ, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അഗെയിൻ വിൽ അപ്ലൈ ദ റൂൾസ് ഓഫ്, അവിടെ നമ്മൾ IAS 21 തന്നെ അപ്ലൈ ചെയ്യും. സോ IAS 21 പ്രകാരം ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യുന്ന 2 ലെവലായിട്ടാണ്. ലെവൽ 1 വിച്ച് ഈസ് യൂസിങ് പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ വിൽ യൂസ് സം സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ്. സോ എന്താണ് പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സ്? ദ കറൻസി ദാറ്റ് മെയിൻലി ഇൻഫ്ലുവൻസ് the sales price of goods and services. ഓക്കെ, നമ്മുടെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ സെയിൽസ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രൈസ് ഫങ്ഷണൽ കറൻസി എന്താണെന്നോ, കറൻസി ദാറ്റ് മെയിൻലി ഇൻഫ്ലുവൻസ് സെയിൽസ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ദാറ്റ് ആ കറൻസി ഏത് കൺട്രി ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഏത് കൺട്രിയുടെ കറൻസിയാണ് നമ്മുടെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ സെയിൽസ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ACCൻ്റെ കേസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ദർ ഇസ് പൗണ്ടിൻ്റെ വാല്യൂൻ്റെ ഒരു ഡിഫറൻസ് ഒബ്വിയസ്ലി എന്തിലും അഫക്റ്റ് ആവും, നമ്മുടെ ഫീസിലും റിഫ്ലക്റ്റ് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ACC എന്ന് പറഞ്ഞ കമ്പനിയുടെ അക്കൗണ്ട്സ് എടുക്കുന്നതാണെങ്കിൽ അവരുടെ ഫങ്ഷണൽ കറൻസി അവിടെ എന്തായിരിക്കും, പൗണ്ട്സ് ആയിരിക്കും.
ഇപ്പോൾ ഡോളറിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ചല്ല ഈ പറയുന്ന ACCA ഫീസിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് കൺട്രിയുടെ കറൻസിയാണ് അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂ ചേഞ്ച് അനുസരിച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഗുഡ്സിൻ്റെയൊക്കെ പ്രൈസിന് ചേഞ്ച് വരുന്നത് നോക്കുക. കറൻസി ദാറ്റ് മെയിൻലി ഇൻഫ്ലുവൻസ് ദ സെയിൽ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, ആ പർട്ടിക്കുലർ കൺട്രിയുടെ കറൻസി നമുക്ക് ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പെസ്റ്റൽ ഫാക്ടേഴ്സ് നോക്കുക. സോ പെസ്റ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നിക്കൽ, ലീഗൽ, അങ്ങനത്തെ പെസ്റ്റൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ആ പെസ്റ്റൽ ഫാക്ടർ ഏത് കമ്പനിയുടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പനിയെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, സോ ഒന്ന് നമ്മൾ നോക്കേണ്ടതാണ്, വിൽ ലുക്ക് അറ്റ് ദ പെസ്റ്റൽ ഫാക്ടേഴ്സ് as well as the currency that mainly influences sale price of goods and services. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പെസ്റ്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കമ്പനീനെ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആക്കുന്നത്, ആ രാജ്യത്തിൻ്റെ കറൻസി നമുക്ക് ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കറൻസി ദാറ്റ് മെയിൻലി ഇൻഫ്ലുവൻസ് സെയിൽസ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എടുക്കുക. അപ്പോൾ അത് വെച്ച് നമുക്ക് ലെവൽ 1 ഇൻഡിക്കേറ്റർ ആണ് ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ എന്തിലോട്ട് പോകും, വിൽ ഗോ ടു ലെവൽ 2 വിച്ച് ഈസ് സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ്. സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മക്കളെ? സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? യെസ്, ഒന്ന് നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ. പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു കാര്യങ്ങളുണ്ട്, ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ദാറ്റ് ഈസ് ഡയറക്റ്റ് കോസ്റ്റ് സച്ച് നമുക്ക് വരുന്ന ലേബർ, ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ്, ഇതൊക്കെ ഡയറക്റ്റ് കോസ്റ്റ് അല്ലേ. അപ്പോൾ ആ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കും. സെക്കൻഡറി ഫാക്ടേഴ്സിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ദ റെസീപ്റ്റ്സ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് ഏത് കറൻസിയിലാണ് കിട്ടുന്നത് നോക്കുക, ആസ് വെൽ ആസ് നമ്മുടെ ഫണ്ട്സ് റേസ് ചെയ്യുന്നത് ഏത് കറൻസിയിലാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. എന്തൊക്കെയാണ്? റെസീപ്റ്റ്സ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഏത് കറൻസിയിലാണ് വരുന്നത് നോക്കുക, അതേപോലെ നമ്മുടെ ഫണ്ട്സ് ഒക്കെ ജനറേറ്റ് ആവുന്നത് ഏത് കറൻസിയിലാണ് നോക്കുക. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ലെവൽ 1 ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് കറൻസീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സബ്സിഡീൻ്റെ, നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് പോകാം. സോ എന്തൊക്കെയാണ് സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Can you reply in the chat? ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഫൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റിനകത്തിൽ ഫങ്ഷണൽ കറൻസി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. സോ ഇത് പാസ്റ്റ് പേപ്പേഴ്സ് മാർച്ച് 2020 ഒരു ക്വസ്റ്റ്യനാണ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഫങ്ഷണൽ കറൻസി അല്ലെങ്കിൽ ഫോറിൻ കറൻസി ക്വസ്റ്റ്യൻ. ഇപ്പോൾ റിയൽ എക്സാമിന് ചോദിച്ചൊരു സനാരിയോ ആണ് ബേസ്ഡ് ഓൺ ദ കറൻസി. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരും, നമ്മൾ റിയൽ എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. So Humans Company is a parent company of multinational list of group of companies. The company uses dollar as its functional currency. അപ്പോൾ parent companyയുടെ functional currency dollar ആണ്. And Humans Company acquired 80% of equity shares of Croach Company on 1st January 2004 and 100% of covers on that same date. The group's current year financial year end is 31st December 2004. Okay. The functional currency, Croach functional currency നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. The head office of Croach is located in a country which uses dinar as its main currency. അപ്പോൾ അവരുടെ കറൻസി നമുക്ക് പെട്ടെന്ന് ഈസിലി നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ തന്നേക്കുന്നത്. ഈ ക്രോച്ച് എന്ന് പറഞ്ഞ സബ്സിഡീൻ്റെ ഹെഡ് ഓഫീസ് നിൽക്കുന്ന കൺട്രിയുടെ കറൻസി ദിനാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ദിനാർ ഒരിക്കലും നമ്മുടെ ഫങ്ഷണൽ കറൻസി ആവത്തില്ല, കാരണം ഹെഡ് ഓഫീസിൻ്റെ ബേസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫങ്ഷണൽ കറൻസി ചൂസ് ചെയ്യേണ്ടത് അല്ലേ. യെസ്. However, its staff are located in a variety of other locations. Consequently, half of their employees are paid in dinars and other half are paid in currency of grommets. അപ്പോൾ ഇവിടെ സ്റ്റാഫ് പല ഏരിയാസിൽ ലൊക്കേറ്റഡ് ആയതുകൊണ്ട് സ്റ്റാഫ് സാലറീസ് ഒക്കെ നമ്മൾ പേ ചെയ്യുന്ന ദിനാസിൽ പകുതി ഗ്രോമിറ്റ്സിലുമാണ് പേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടുന്നില്ല, കാരണം നമ്മുടെ പഠിച്ച ഇൻഡിക്കേറ്റേഴ്സ് പ്രകാരം ലേബർ കോസ്റ്റ് ഒക്കെ ഏത് കറൻസിയിൽ വരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൈമറി ഇൻഡിക്കേറ്റർ ആയിരുന്നു. പക്ഷേ ഇവിടെ ലേബർ കോസ്റ്റ് സ്പ്ലിറ്റ് ആയി പോവാണ്, കാരണം കുറച്ച് ദിനാസിലും കുറച്ച് ഗ്രോമിറ്റ്സിലുമായിട്ട് സ്പ്ലിറ്റ് ആയി പോകണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. വി കനോട്ട് കം ടു എ കൺക്ലൂഷൻ ദെയർ.
right? In cross company has a higher degree of autonomy and is not reliant on the finance from humans എന്ന് പറയുന്നുണ്ട്. സോ ഒബ്വിയസ്ലി പേരൻറ്റിനെ റിലയബിൾ ആവാത്തത് കൊണ്ട് തന്നെ പേരൻറ്റിൻ്റെ ഫങ്ഷണൽ കറൻസി നമുക്ക് സബ്സിഡിയുടെ ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ആൻസർ ഈസ് നോ. നമ്മുടെ മറ്റേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇഫ് പേരൻസ് എക്സസൈസ് മോർ ഹയർ ഓട്ടോണമി ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പോൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൈമറി ഫാക്ടറും സെക്കൻഡറി ഫാക്ടേഴ്സും തന്നെ ഉള്ളൂ ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ. മീൻസ് മേക്ക് അപ്പ് സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദിയർ ഇൻകം. സോ ഓൾ ഓഫ് ഇറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസ് ആർ ഇൻവോയ്സ്ഡ് ഇൻ ഗ്രോമിറ്റ്സ്. അപ്പോൾ സെയിൽസും പർച്ചേസും ഒക്കെ വരുന്നത് ഗ്രോമിറ്റ്സിലാണ്. Therefore, raise most of its finance also in grommets. അപ്പോൾ ഓപ്പറേഷണൽ കാര്യങ്ങളുടെ റെസീപ്റ്റ്സ് ഒക്കെ റേസ് ചെയ്യുന്നത് ഗ്രോമിറ്റ്സിലാണ്. ദെൻ മോസ്റ്റ് ഓഫ് ദ സെയിൽ ഫിനാൻസ് പാർട്ട് ഈസ് റേസ് ഇൻ ഗ്രോമിറ്റ്സ്. അപ്പോൾ ഓപ്പറേഷണലും ഫിനാൻസും എന്ന് പറയുമ്പോൾ ഏത് ഫാക്ടറാ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഫണ്ട്സ് റേസ് ചെയ്യുന്നതാണ് ഫിനാൻസ്. ഓപ്പറേഷൻ്റെ ഫാക്ടേഴ്സൊക്കെ അവർ വരുന്നത് ഗ്രോമിറ്റ്സിലാണ്. അപ്പോൾ സെക്കൻഡറി ഫാക്ടേഴ്സ് യൂസ് ചെയ്ത് നമുക്കൊരു പ്രോപ്പർ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. ഗ്രോമിറ്റ്സ് ആണ് കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി. അപ്പോൾ ക്രോസ് കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി ഇവിടെ എന്തായിരിക്കും? ഗ്രോമിറ്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ അപ്പോൾ എന്തായിരുന്നു? ഐഡൻറ്റിഫൈ ഫങ്ഷണൽ കറൻസി എന്നുള്ളതായിരുന്നു. ഹൗ ഫങ്ഷണൽ കമ്പനി ഷുഡ് ബി ഡിറ്റർമൈൻഡ്. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ഫങ്ഷണൽ കറൻസി ഷുഡ് ബി ഹൗ മച്ച്? എത്ര വരും അത്? ഗ്രോമിറ്റ്സ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് ദിനാസ് ഓർ ഡോളേഴ്സ്. അപ്പോൾ എങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി എന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയെന്ന് ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പോൾ സെക്കൻഡറി ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഗ്രോമിറ്റ്സ് ആണ് ഫങ്ഷണൽ കറൻസി എന്നുള്ളത്. നൗ ദ അക്വിസിഷൻ ഓഫ് ക്രോസ് കമ്പനി അതിൻ്റെ പാർട്ട് പറയുന്നുണ്ട്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ് പാർട്ട് ആസ് വെൽ. അതിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേഷൻ എല്ലാം നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോറിൻ സബ്സിഡി ആണ്. അപ്പോൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് ആദ്യം. സോ ഫോറിൻ സബ്സിഡിയിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുഡ്വിൽ കാൽക്കുലേഷൻ കുറച്ചൊരു ഡിഫറൻസ് വരും. ഓക്കെ, സോ നമുക്കതൊരു എക്സൽ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് എ ഫോറിൻ സബ്സിഡി അത് നിങ്ങൾ ഗുഡ്വില്ലിൻ്റെ ഫോർമാറ്റ് ഒക്കെ സെയിം ആണ്. ദാറ്റ് ഈസ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്, ഓക്കെ, ദെൻ ഫെയർ വാല്യൂ ഓഫ് NCI ലെസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നോർമലി ഒരു സബ്സിഡീൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഫോറിൻ സബ്സിഡിക്കുള്ള ഫോർമാറ്റ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് എവറിത്തിങ് ഇൻ ഫോറിൻ കറൻസി. ആ ഫോറിൻ സബ്സിഡീൻ്റെ ഫങ്ഷണൽ കറൻസിയിലായിരിക്കണം ഈ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്തത്. ഓക്കെ, സോ വെൻ വി കാൽക്കുലേറ്റ് ഗുഡ്വിൽ, ഇനിഷ്യലി ഈ കാൽക്കുലേഷനിൽ എന്തിൽ പോവുക? ഫങ്ഷണൽ കറൻസിയിൽ പോവുക. ആൻഡ് വിൽ ഗെറ്റ് ദ ഗുഡ്വിൽ അറ്റ് അക്വിസിഷൻ. നമുക്ക് ഗുഡ്വിൽ കിട്ടും. ഓക്കെ, ഈ ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു കൺവേർട്ട്. ഈ ഗുഡ്വില്ലിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം യൂസിങ് ദ എക്സ്ചേഞ്ച് റേറ്റ്. കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റേറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. എന്നിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്തോട്ടാക്കും? അത് ഹോമിലോട്ടാക്കും. സോ ദാറ്റ് ഈസ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റ് കമ്പനിയുടെ കറൻസി. സോ ഹിയർ പേരൻറ്റിൻ്റെ കറൻസി എന്തായിരുന്നു? ഡോളറാണ്. ആൻഡ് ഫങ്ഷണൽ കറൻസി വാസ് ദിനാസ്. ഫൈൻ. അപ്പോൾ ആദ്യം നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, എല്ലാ എമൗണ്ട്സും തന്നേക്കുന്ന എല്ലാ എമൗണ്ട്സും എന്തിലോട്ട് മാറ്റണം? ഫങ്ഷണൽ കറൻസിയിലോട്ട് ആക്കിയിട്ട് വേണം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈൻ. ആദ്യം കൺസിഡറേഷൻ ട്രാൻസ്ഫർ എത്രയാണെന്ന് നോക്കാം. ഹെമിൻസ് കമ്പനി പെയ്ഡ് $24 million ഫോർ അക്വയറിംഗ് 80% ഹോൾഡിംഗ് ഓൺ 1st January 2024. അപ്പോൾ $24 million ആണ് അവർ പേ ചെയ്തത്. ബട്ട് ഐ സെഡ് ദാറ്റ് ടു കാൽക്കുലേറ്റ് ഗുഡ്വിൽ വി ഹാവ് ടു കൺവേർട്ട് എവറിത്തിങ് ടു ഗ്രോമിറ്റ്സ്. അപ്പോൾ $24 million 1st January അവർ അക്വയർ ചെയ്തത്. അപ്പോൾ 24 million 1st January കൺവേർഷൻ റേറ്റ് നോക്കിയേ. $1 എന്ന് പറയുന്നത് 8 ഗ്രോമിറ്റ്സ് ആണ്. $1 എന്ന് പറയുന്നത് എത്ര ഗ്രോമിറ്റ്സ് ആണ്? 8 ഗ്രോമിറ്റ്സ്. അപ്പോൾ $1 8 ഗ്രോമിറ്റ്സ് ആണെങ്കിൽ $24 million എന്ന് പറയുമ്പോൾ എത്ര ഗ്രോമിറ്റ്സ് വരും? ഇറ്റ് വിൽ ബി 192 അല്ലേ? 24 million ഗ്രോമിറ്റ്സ് എന്ന് പറയുമ്പം കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് 192 വരും. ഓക്കെ, ഫൈൻ.
Now next one we need to calculate the NCI part. അപ്പോൾ NCIയുടെ വാല്യൂ ഒരു തന്നിട്ടുണ്ടോ നോക്ക്. So fair value of some assets has been determined in dinars and others in grommets. The total fair value of net assets, everything is given. The fair value of NCA in cross company on 1st January is $6 million. അപ്പോൾ fair value of NCA തന്നേക്കുന്നത് $6 എന്ന് പറയുന്നത് ഡോളേഴ്സിലാണ്. അതിനെ നമ്മൾ അന്നത്തെ ദിവസം കൺവേർട്ട് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ദ സെയിം റേറ്റ് വിച്ച് ഇസ് 8 ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് 48 കിട്ടി. നെക്സ്റ്റ് വൺ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ നെറ്റ് അസറ്റ്സ് ഡയറക്റ്റ്ലി അവർ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, അത്ര ഈസി ആക്കത്തില്ല അവർ. ദ ഫെയർ വാല്യൂ ഓഫ് സം അസറ്റ്സ് ഹാസ് ബീൻ ഡിറ്റർമൈൻഡ് ഇൻ ദിനാസ് ആൻഡ് അതേഴ്സ് ഇൻ ഗ്രോമിറ്റ്സ്. അപ്പോൾ ഗ്രോമിറ്റ്സിലുള്ള അസറ്റ്സും ഉണ്ട്, ദിനാസിലുള്ള അസറ്റ്സും ഉണ്ട്. അപ്പോൾ ഗ്രോമിറ്റ്സിലോട്ട് വരുമ്പോൾ 43 മില്യൻ്റെ ഗ്രോമിറ്റ്സിലുള്ള അസറ്റ്സും ബാക്കി ദിനാസിലാണ് 50 മില്യൺ അസറ്റ്സും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, അത് ആഡ് ചെയ്യുക. 48 പ്ലസ് ആ 15 ഇനി കൺവേർട്ട് ചെയ്യേണ്ടി വരും. ആ 15 മില്യൺ ദിനാസിലുള്ള സാധനത്തിന് ഇനി കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഒന്ന് നോക്കിയേ ആ ഇക്വേഷൻ ഡേറ്റ് 1st ജാനുവരിയിലുള്ള ദിനാർ ടു ഗ്രോമിറ്റ്സ് എത്ര നോക്ക്. 1 ദിനാർ ഈസിക്കൽ ടു 2 ഗ്രോമിറ്റ്സ് ആണ്. 1 ദിനാർ ഈസിക്കൽ ടു 2 ഗ്രോമിറ്റ്സ്. അപ്പോൾ 50 മില്യൺ ദിനാർസ് എന്ന് പറയുമ്പോൾ എത്ര ഗ്രോമിറ്റ്സ് ആയിരിക്കും? 50 മില്യൺ ദിനാർസ് എന്ന് പറയുമ്പം 50 ഇൻറ്റു 2, 50 ഇൻറ്റു 2 വിച്ച് ഇസ് 148. ഓക്കെ, വിച്ച് ഇസ് 148. ഇതാണ് ബുക്സിൽ അവർ റെക്കോർഡ് അയക്കുന്ന ടോട്ടൽ നെറ്റ് അസറ്റ്സ്. അപ്പോൾ ഇത് കൂടാതെ നമുക്കറിയാം, here they said that excluded from this fair value are several contracts with customers of Coach Company. This contract relationship prohibits the customers of Coach Company from obtaining services from any competitors of Coach Company, and they have an esteemed fair value of 15 million grommets. അപ്പോൾ ഇത് ബുക്സിൽ കാണിക്കാത്ത ഒരു സെവറൽ കസ്റ്റമർ ലിസ്റ്റാണ്, കസ്റ്റമർ കോൺട്രാക്റ്റ് ആണ്. സോ വി നോ ദാറ്റ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. സോ ആസ് പെർ IFRS 3 നമുക്കിവിടെ പറയാൻ പറ്റും, അക്കൗണ്ടിങ് ടൈമിൽ ഇൻഡിവിജ്വൽ എഫേഴ്സിൽ കാണിക്കാത്ത പല അസറ്റ്സും, എസ്പെഷ്യലി ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ്സിനെയൊക്കെ നമുക്ക് അതിൻ്റെ ഫെയർ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, സോ ഹൗ മച്ച് ഇസ് ദ ഫെയർ വാല്യൂ ഹിയർ 15 മില്യൺ, എങ്കിൽ നമുക്ക് അതിനെ നെറ്റ് അസറ്റ് കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 15 മില്യണോടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, കൊണ്ടുവരുവാണ്. ആ 15 മില്യൺ ഓൾറെഡി ഗ്രോമിറ്റ്സിലായതുകൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര വന്നു നോക്കിയേ. ടോട്ടൽ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് എത്ര വന്നു? 163 വന്നു. സോ നൗ ഐ ഗോട്ട് ദ ഗുഡ്വിൽ. ഇപ്പോൾ എനിക്ക് ഗുഡ്വിൽ കിട്ടി. ടോട്ടൽ കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസറ്റ്സ്. സോ ഗുഡ്വിൽ ഈസ് 77. ഓക്കെ ആണോ മക്കളെ? സോ വെനെവർ ദർ ഇസ് എ ഫോറിൻ സബ്സിഡറി, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൺവേർഷനൊക്കെ ചെയ്യുക and make sure that the goodwill is calculated in the foreign currency initially. Then ആ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്ത ദിവസമുള്ള കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8ൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും അറ്റ് ദ അക്വേഷൻ ഡേറ്റ്. സോ കൺവേർട്ട് ഇറ്റ് ടു ഹോം. അപ്പോൾ ഹോമിൽ വരുമ്പോൾ 9.625 വരും നമ്മുടെ വാല്യൂ. സോ ഐ ഹോപ്പ് യു ഹാവൻ മിസ്ഡ് എനിത്തിങ്. നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൺസിഡർ ചെയ്തായിരുന്നല്ലോ. We consider the consideration transferred, NCA, total assets, ഈ പറയുന്ന കോൺട്രാക്ട് എല്ലാം നമ്മൾ ചെയ്തില്ലേ? യെസ്. സോ ആഫ്റ്റർ അക്വേഷൻ അറ്റ് 31st December 2004 ആയപ്പോഴത്തേക്കും ഗുഡ്വിൽ ഇമ്പയർ ആയി എന്ന് അവർ പറഞ്ഞു. ഗുഡ്വിൽ ഗോട്ട് ഇമ്പയർഡ് 31st December 2004 ആയപ്പോഴത്തേക്കും ഗുഡ്വിൽ ഇമ്പയർ ആയി. സോ ഇമ്പയർമെൻറ്റ് ഹാപ്പൻഡ് ബൈ 30%. സോ ഇതിൻ്റെ 30% ഇമ്പയർമെൻ്റ് ആണ് വന്നത്. So impairment is like a loss. So closing goodwill എത്ര വരും ഫോറിൻ കമ്പനിയിൽ? 77 മൈനസ് ദിസ് ലോസ്, ഇറ്റ് ഈസ് 53.9. ഈ ഇമ്പയർമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. സോ ഇമ്പയർമെൻറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഓവർ ദ പീരീഡ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? സോ ഇമ്പയർമെൻറ്റ് ഹാപ്പൻഡ് ഓൺ 31st December 2004. സോ അന്ന് കൺവേർഷൻ റേറ്റ് ഈസ് $1:7 ആണ്. സോ ചിലപ്പോൾ ഇവർ ഈ SOPL ഐറ്റംസ് ഇമ്പയർമെൻറ്റ് ഡിപ്രീസിയേഷനൊക്കെ നമുക്ക് പ്രോപ്പർലി പറയുവാണെങ്കിൽ ആവറേജ് റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം നല്ലത്. കാരണം ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അങ്ങനെ P&L ഐറ്റംസ് ഒക്കെ നമ്മൾ നോർമലി ആവറേജ് റേറ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആവറേജ് റേറ്റ് അവർ തന്നിട്ടില്ല. സോ വി ക്യാൻ യൂസ് ദ ക്ലോസിംഗ് റേറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ ക്ലോസിംഗിൽ ഇമ്പയർമെൻറ്റ് നടന്നു. സോ 7 ആണ് അന്നത്തെ
അക്കൗണ്ടിങ് ചെയ്യാനുള്ള എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ 7 വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്യുക. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം 9.625 നിന്ന് ഈ ലോസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഗുഡ്വിൽ എത്രയാണ്? ഹൗ മച്ച് ഈസ് അവർ എക്സ്പെക്റ്റഡ് ഗുഡ്വിൽ ഗൈസ്? 6.325. ഇപ്പോഴാണ് ഒരു ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അവരുടെ ബുക്സ് പ്രകാരം ക്ലോസിംഗ് ഗുഡ്വിൽ 53.9 ആണ്. സോ അതിനെ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും നോക്ക്? 7.7 വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇമ്പയർമെൻറ്റ് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഗുഡ്വിൽ ബുക്സിൽ എത്രയേ വരുന്നുള്ളൂ? 6.325 വരുന്നുള്ളൂ. ബട്ട് ബിക്കോസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് എവറിത്തിങ് 8 നിന്ന് 7 ആയതുകൊണ്ട് ഗുഡ്വിൽ ആക്ച്വലി ബെറ്റർ ആയി നമ്മുടെ ബുക്സിൽ. കണ്ടോ, ക്ലോസിംഗ് ഗുഡ്വിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ 6.325 ആണ്. പക്ഷേ ബിക്കോസ് ഓഫ് ദ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു ഗെയിൻ വന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഗുഡ്വില്ലിൻ്റെ വാല്യൂ കൂടി. സോ ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഗെയിൻ. സോ ഹൗ മച്ച് ഇസ് എ ട്രാൻസ്ലേഷൻ ഗെയിൻ ഹിയർ? 1.375. സോ അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? റെക്കോർഡ് ഇറ്റ് അണ്ടർ OCA. നമ്മൾ ആ ഗെയിന് OCയിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇത് ഫുൾ ഗുഡ്വിൽ മെത്തേഡ് ആയതുകൊണ്ട് ആ ഗെയിൻ ഓഫ് 1.375 വിൽ ഗെറ്റ് സ്പ്ലിറ്റഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് NCI. ആ ഗെയിനെ നമ്മൾ ഗ്രൂപ്പിലേക്കും NCയിലേക്കും ഷെയർ ചെയ്യും. സോ ഹൗ മച്ച് ഇസ് ഇറ്റ് ഫോർ ഗ്രൂപ്പ്? ഗ്രൂപ്പിൽ എത്ര ആയിരിക്കും വരുന്നത്? നമ്മൾ എത്ര ശതമാനം ഷെയർസാണ് നമ്മൾ അക്വയർ ചെയ്തത്? വി അക്വയർഡ് 80%. അപ്പോൾ ആ പറയുന്ന ഗെയിനിൻ്റെയും ഒരു 80% ആർക്ക് പോകും? പേരൻറ്റിന് പോകും, അല്ലെങ്കിൽ ഗ്രൂപ്പിന് പോകും. 1.375 ബാക്കി 20% ഗെയിൻ ആർക്ക് പോകും? NCIക്ക് പോകും. Okay, so this is another format that we have to learn with respect to our group. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഫോറിൻ സബ്സിഡിയിൽ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇത് ഓർത്തിരിക്കുക. സോ ഇത് വേണമെങ്കിൽ നെറ്റ് അസറ്റ്സിൻ്റെ ബേസിലും ചോദിക്കാം. അപ്പോൾ അവിടെയും കാൽക്കുലേഷൻ സെയിം ആണ്. സോ ദിസ് ഈസ് ഹൗ വിൽ കാൽക്കുലേറ്റ് ദ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ്. അപ്പോൾ മാക്സിമം ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ നോളജ് പാർട്ട് ഡിസ്കസ് ചെയ്താണ് പോയത്. സോ വി ഡോണ്ട് സ്പെൻഡ് മച്ച് ടൈം ഇൻ ഡിസ്കസിങ് ദ നോളജ് പാർട്ട്. സോ ഇത് ക്ലിയർ ആണോ? ഫോറിൻ സബ്സിഡീൻ്റെ ഈ പാർട്ട് ക്ലിയർ ആണോ? സോ ഗ്രൂപ്പ്സിലെ ഓൾമോസ്റ്റ് ഫ്രീക്വൻലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെനാരിയോസും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് എവറിത്തിങ് ആസ് പെർ ദ ഫോറിൻ കറൻസി. ദെൻ ആ ഫോറിൻ കറൻസീനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺവേർട്ട് ചെയ്ത് ഹോമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഈ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് വരാം. ആ ഗെയിൻ ഓർ ലോസ് നമ്മൾ OCയിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. ഫെയർ വാല്യൂ മെത്തേഡാണ്, ഫുൾ ഗുഡ്വിൽ മെത്തേഡ് ആയതുകൊണ്ട് ആ ഗെയിൻ ഓർ ലോസിൻ്റെ ഷെയർ ആർക്കൊക്കെ പോകും? പേരൻറ്റിനും പോകും, NCIക്കും പോകും. ഓക്കെ ആണോ മക്കളെ? സോ ഈ ഗ്രൂപ്പിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് ചെയ്ത് ക്ലിയർ ആണോ? Can you reply in the chat? ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റെർലിംഗ് ലൂണ ചെക്കിൽ ചെയ്തു. ഓക്കെ, ആൻഡ് വി ഹാവ് ഡൺ മാർച്ച് 20 ഹ്യൂമിക്സ് ചെയ്തു നമ്മൾ. ഓക്കെ, സോ ഈ പറയുന്ന ബാക്കി എല്ലാ പാസ് പേപ്പേഴ്സും നിങ്ങളൊന്ന് ജസ്റ്റ് ക്വിക്ക്ലി ഗോ ത്രൂ ചെയ്ത് പോവാം കേട്ടോ. എല്ലാ ഗ്രൂപ്പിൻ്റെ എല്ലാ പാസ് പേപ്പേഴ്സും നിങ്ങൾ ചെയ്തു പോവാം ഫ്രം ദ ലേറ്റസ്റ്റ് കിറ്റ്. ഫൈൻ, അതിലെന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ ചോദിച്ചാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ റിവിഷൻ ഓഫ് ഗ്രൂപ്പ്. മാക്സിമം ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ 4 ഡിഫറെൻറ്റ് സെനാരിയോസും നമ്മൾ ഡിസ്കസ് ചെയ്തു. Okay guys, so that's it for the revision of day 4.